റെക്കോർഡ് ചെയ്ത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഇത് അപ്ലോഡ് ചെയ്യും. ആ യൂട്യൂബ് ചാനലിൽ ലിങ്ക് എല്ലാവർക്കും തന്നെ അയച്ചു തരും. ഇപ്പം ഇതിൽ പങ്കെടുക്കാൻ പറ്റാത്ത കുറച്ച് പേരുണ്ട്. ചിലപ്പോൾ നിങ്ങൾക്ക് ലൈൻ കട്ടാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുകയാണെങ്കിൽ അത് വേണ്ടിയിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത്. സോ വി വിൽ അപ്ലോഡ് ഇൻ അവർ യൂട്യൂബ് ചാനൽ. Am I audible? I hope so. Yeah. Yes. ഓക്കെ. നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് മെയ് 4-ാം തീയതിയാണ്. മെയ് 4-ാം തീയതി 4:15 നമ്മുടെ ഫ്ലൈറ്റ്. മോർണിംഗ് 4:50. 4:15 ഫ്ലൈറ്റ് ആണെങ്കിൽ കൂടി 12:30 മെയ് 3-ാം തീയതി രാത്രി, മെയ് 3-ന് രാത്രി 12:30 കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിൽ റിപ്പോർട്ട് ചെയ്യണം. 12:30. നമ്മളത് കറക്റ്റായിട്ട് ഏതാണ് പില്ലർ നമ്പർ എന്നുള്ളത് തലേ ദിവസം നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കും. ആ ഗ്രൂപ്പിൽ അത് അപ്ഡേറ്റ് ചെയ്യും ഏത് പില്ലർ നമ്പറിന്റെ അടുത്താണ് നിങ്ങൾ എത്തേണ്ടത്. അപ്പം ഈ 4:15 4 മണി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല റഷ് ഉള്ള ഒരു ടൈമാണ്. നോർമലി എയർപോർട്ടിൽ ഒരുപാട് ഡിപ്പാർച്ചേഴ്സ് ഉണ്ട് ആ സമയത്ത്. അതുകൊണ്ട് തന്നെ 12:30 എത്തിയാലേ നമുക്കൊരു 3.5 മണിക്കൂറിന്റെ ഒരു സമയമെങ്കിലും നമുക്ക് കിട്ടുള്ളൂ. അപ്പം മെയ് 3 12 മണി നമ്മൾ നേരെ കൊച്ചിയിൽ നിന്ന് ദോഹയിലേക്ക് ഫ്ലൈ ചെയ്യുന്നു. ദോഹയിൽ ഒരു 2 മണിക്കൂറിന്റെ ട്രാൻസിറ്റ് ടൈം. അഗെയിൻ നെക്സ്റ്റ് ഫ്ലൈറ്റ് ടു പാരീസ്. ദോഹ ടു പാരീസ് ഫ്ലൈ ആണ്. 2:30 പാരീസിൽ എത്തുന്നു. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡേയുടെ ഫ്ലൈറ്റിന്റെ റൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ദോഹയിൽ എത്തിയ ഉടനെ തന്നെ നമ്മുടെ ടൂർ മാനേജർ ആയിരിക്കും ഫസ്റ്റ് പുറത്ത് വരുന്നത്. ചിലപ്പോൾ ഇപ്പൊ ടൂർ മാനേജർ ഫ്ലൈറ്റിന്റെ ഏറ്റവും ബാക്കിലാണ് ഇരിക്കുന്നുണ്ടെങ്കിൽ പുറത്തെത്താൻ കുറച്ച് സമയമെടുക്കും. അപ്പൊ നിങ്ങൾ ഇറങ്ങി ഉടനെയുള്ള ഒരു സ്ഥലത്ത് എല്ലാവരും തന്നെ എന്ത് ചെയ്യണം, അത് ഫ്ലൈറ്റിൽ നിന്ന് എയർക്രാഫ്റ്റിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരു സ്ഥലത്ത് തന്നെ അസംബിൾ ചെയ്തിട്ട് നിൽക്കുക. അതിനുശേഷം ടൂർ മാനേജർ വന്നിട്ട് അവരത് കമ്പൈൻ ചെയ്ത്, നിങ്ങൾ സെയിം ഫ്ലൈറ്റിൽ തന്നെ ആയിരിക്കും പോകുന്നുണ്ടാവുക, സ്റ്റിൽ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ആയിട്ടായിരിക്കും ആൾക്കാർ ഇരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. 2 മണിക്കൂറാണ് നമുക്കൊരു ട്രാൻസിറ്റ് ടൈം ദോഹയിലുള്ളത്. വാഷ്റൂം പോകാനും കുറച്ചൊന്ന് കോഫി കുടിക്കാനൊക്കെയുള്ള സമയം ഉണ്ടാകാം. ഓൺ ടൈം ആണെന്നുണ്ടെങ്കിൽ, ഫ്ലൈറ്റ് ഓൺ ടൈം ആണെന്നുണ്ടെങ്കിൽ 2 മണിക്കൂർ 2 മണിക്കൂർ 15 മിനിറ്റ് ആണ് നിങ്ങൾക്ക് കിട്ടുന്ന ട്രാൻസിറ്റ് ടൈം. ഞാൻ ഐറ്റിനറിയിലേക്ക് അധികം പോകുന്നില്ല, ബിക്കോസ് നിങ്ങളുടെ കയ്യിലുണ്ട് പ്രോഗ്രാം. ഓരോ ദിവസത്തെയും പ്രോഗ്രാം ചാർട്ടും എല്ലാം നിങ്ങൾക്ക് അയച്ചു തന്നാണ്. അത് പ്രകാരം തന്നെയായിരിക്കും. ചെറിയ ചിലപ്പോൾ ചേഞ്ചസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ വരുവാണെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്യുക. സ്മോൾ മൈനർ ചേഞ്ചസ് ബിക്കോസ് ഓഫ് ദ ടൈമിംഗ് ആൻഡ് ഓൾ എന്തെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ, അതർവൈസ് ഇറ്റ്സ് ദ സെയിം പ്രോഗ്രാം വി പ്ലാൻഡ് ആൻഡ് സെൻഡ് ടു യു ഓൾ. അതേ പ്രോഗ്രാം തന്നെയായിരിക്കും. അപ്പം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, ഒരു യൂറോപ്യൻ ട്രാവൽ നമ്മൾ പോകുന്ന സമയത്ത് ഒരുപാട് റൂൾസ് ആൻഡ് റെസ്ട്രിക്ഷൻസ് അല്ലെങ്കിൽ ഓരോരോ രാജ്യങ്ങളിൽ പാലിക്കേണ്ടതായിട്ടുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സമയമാണ്. സമയം എന്ന് പറയുന്നത് വളരെ വിലപ്പെട്ടതാണ്. വിലപ്പെട്ടതിലുപരിയായിട്ട് നമ്മൾ ഒരു 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 പ്ലാൻഡ് ഐറ്റിനറിയാണ്. നമ്മൾ ഇത്രയും പേര് ഒരുമിച്ച് പോകുന്ന ഒരു പ്രോഗ്രാം കൂടി ആയതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും സമയം പാലിക്കേണ്ടതായിട്ടുണ്ട്. അവിടുത്തെ പ്രത്യേകിച്ച് കോച്ചിന്റെയാണ്. നമ്മൾ എടുക്കുന്ന കോച്ചുകൾ 12 മണിക്കൂറാണ് അവർക്ക് അവിടെ ഡ്രൈവിംഗ് ടൈം ഉള്ളത്, 12 അവേഴ്സ്. ഈ 12 മണിക്കൂറിൽ 10 മണിക്കൂറെ അദ്ദേഹത്തിന് കോച്ച് ക്യാപ്റ്റൻ എന്നാ പറയുക, ഡ്രൈവർ പോലും പറയില്ല, കോച്ച് ക്യാപ്റ്റൻ ആണ്. ഭയങ്കര ഹൈ പ്രൊഫൈൽഡ് ജോബാണ് യൂറോപ്പില്. അപ്പൊ ആ സമയം കറക്റ്റ് ആയിട്ടായിരിക്കും പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. മോർണിംഗ് ഇപ്പൊ 9 o'clock ആണെങ്കിൽ ഹി ഹാസ് ടു ഫിനിഷ് ഹിസ് വർക്ക് ബൈ 9 in the night. 12 മണിക്കൂറാണ്. ആ 12 മണിക്കൂർ 10 മണിക്കൂർ ഡ്രൈവ് ചെയ്യാനും പറ്റുള്ളൂ. അതിൽ എല്ലാ 2 മണിക്കൂറിലും 20 മിനിറ്റ് ബ്രേക്കും ഉണ്ടാവും. ഗ്യാസ് സ്റ്റേഷൻ ബ്രേക്ക്, നമുക്ക് എന്തെങ്കിലും വാഷ്റൂമിൽ പോകാനോ കോഫീസിനോ അതിനും വേണ്ടിയിട്ടുള്ള ബ്രേക്സ് ആയിരിക്കും. അത് കറക്റ്റ് ആയിട്ട് ടൈം ടൂർ മാനേജർ എന്താണോ നിങ്ങളോട് സമയം പറയുന്നത് അത് പാലിച്ചുകൊണ്ട് പോയാൽ മാത്രമേ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ ടൂർ സക്സസ് ആക്കാൻ പറ്റുള്ളൂ. നമുക്ക് എല്ലാ സ്ഥലങ്ങളും കണ്ട് കവർ ചെയ്ത് തിരിച്ചു വരാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ കോച്ചിനെ സംബന്ധിച്ചിടത്തോളം മെഴ്സിഡസോ വോൾവോയിലൊക്കെ പോലുള്ള കോച്ചുകളായി വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള 49 സീറ്ററിന്റെ ബസ്സായിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ അതിന്റെ ഉള്ളില് നമ്മളിപ്പം ഫുഡ് ഐറ്റംസ് ഒക്കെ എല്ലാവരും കഴിക്കും. ഇപ്പൊ മാക്സിമം ഫ്ലോറിൽ വീഴാതെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ആൽക്കഹോൾ ഈസ് ഫുള്ളി പ്രൊഹിബിറ്റഡ് ഇൻസൈഡ് ദ ബസ്, അത് പെർമിറ്റഡ് അല്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കുറച്ചുകൂടെ ഒന്ന് നമ്മൾ ശ്രദ്ധിച്ച് ഒന്ന് പ്ലാൻ ചെയ്ത്, നിങ്ങളൊക്കെ ട്രാവൽ ചെയ്ത ആൾക്കാരായിരിക്കും, പക്ഷെ ഞാനത് ജസ്റ്റ് ഒന്ന് അവിടെയുള്ള കാര്യങ്ങൾ നിങ്ങളടുത്ത് ഒന്ന് ഓർമ്മപ്പെടുത്തുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പം ത്രൂ ഔട്ട് ഒരു ഡ്രൈവർ ആയിരിക്കും ഉണ്ടാവുക. പാരീസ് ടു റോം എൻഡ് ചെയ്യുന്നത് വരെ ഒരൊറ്റ ഡ്രൈവറാണ് നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. കോച്ചിന് ഒന്ന് മാഡം ഒന്ന് മ്യൂട്ട് ആക്കണം പ്ലീസ്. വിൽ ഗീവ് ദ ടൈം. സംസാരിക്കാനുള്ള സമയം കിട്ടും നിങ്ങൾക്ക് ഇതിന് ശേഷം. ഓക്കെ. അപ്പൊ നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് എന്ന് പറയുന്ന പാസ്പോർട്ട്, നമ്മുടെ വിസ, ഇൻഷുറൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പിന്നെ പാസ്പോർട്ടിന്റെയും വിസയുടെയും ഓരോ കോപ്പി നിങ്ങൾ എക്സ്ട്രാ എടുത്ത് വെക്കണം. നമുക്കിപ്പോൾ ഓരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും പാസ്പോർട്ട് ക്യാരി ചെയ്തിട്ട് പോകേണ്ട കാര്യമില്ല. ഐ മീൻ സൈറ്റ് സീയിങ്ങിന് പോകുമ്പോൾ ഇപ്പോൾ കയ്യിൽ തന്നെ മൊബൈലിൽ കീപ്പ് ചെയ്താൽ മതി. ഫോട്ടോ എടുത്തിട്ട് ഒന്ന് കീപ്പ് ചെയ്ത് വെക്കാം. പിന്നെ കൂടുതലായിട്ട് വരുന്നത് ഇതിൽ ഒരു മെയിൻ ആയിട്ടുള്ളത് നമുക്കിപ്പോൾ ഡ്രസ്സിന്റെ
കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്നത്. എന്തൊക്കെ ഡ്രസ്സ് വേണം അല്ലെങ്കിൽ ക്ലോത്ത് എങ്ങനെയാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതില് നമുക്കിപ്പോ ഈ ഗ്ലോബൽ വാർമിങ്ങിന്റെ ഇമ്പാക്റ്റ് കൊണ്ട് തന്നെ നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു വെതറാണ് എല്ലാ രാജ്യങ്ങളിലും ഉള്ളത്. ചെറിയൊരു ചാറ്റൽ മഴ വന്നാൽ പെട്ടെന്ന് തന്നെ തണുപ്പ് കൂടും, നെക്സ്റ്റ് ഡേയിൽ കുറച്ച് ചൂടായിരിക്കും. അപ്പോൾ ഒന്നും വി കനോട്ട് പ്രെഡിക്ട്, ബിക്കോസ് സ്വിറ്റ്സർലാൻഡിലും ഓസ്ട്രിയയിലും അത്യാവശ്യം നല്ല തണുപ്പുള്ള ഒരു റീജിയൻ. അപ്പൊ തെർമൽ ജാക്കറ്റ് തന്നെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള തെർമൽസ് ഉള്ള ജാക്കറ്റ് തന്നെ നിങ്ങൾ ക്യാരി ചെയ്യണം നിർബന്ധമായിട്ടും. പിന്നെ ഇയറൊക്കെ ചെവിയൊക്കെ കവർ ചെയ്യുന്ന തരത്തിലുള്ള ഒരു ക്യാപ്പ്, ഗ്ലൗസ്, സൺഗ്ലാസ്, അതുപോലെ തന്നെ ക്രീംസ്, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ സൺസ്ക്രീൻ ലോഷൻ, ഡിഫറെന്റ് ടെറൈനിലും സണ്ണിന്റെ എക്സ്പോഷറിന് ബാധിക്കാതിരിക്കാൻ വേണ്ടി സൺസ്ക്രീൻ ലോഷൻസ്, ലിപ് ബാം, ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളുണ്ട് ട്രാവലിന്. അപ്പം അതൊക്കെ നമ്മൾ ഇതിന്റെ കൂടെ കരുതും. പിന്നെ ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് അംബ്രല്ല, എന്തായാലും നിർബന്ധമായിട്ടും അംബ്രല്ല എടുക്കണം. മഴയ്ക്കുള്ള സാധ്യതകൾ ഉണ്ട് പല സ്ഥലങ്ങളിലും. ചെറിയൊരു ചാറ്റൽ മഴ, ഇവിടുത്തെ പോലെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു മഴയ്ക്കുള്ള സാധ്യത, ചെറിയൊരു ചാറ്റൽ മഴ ചിലപ്പോൾ നമ്മുടെ സൈറ്റ് സീയിങ്ങിന് ഇറങ്ങുന്ന സമയത്തായിരിക്കും ഈ മഴ വരുന്നത്. അപ്പോൾ അംബ്രല്ല ക്യാരി ചെയ്യുക, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ വാട്ടർ ബോട്ടിൽ, ഒരു എം ടി വാട്ടർ ബോട്ടിൽ വിടുന്നത്, അവിടെ നമുക്ക് ടാപ്പ് വാട്ടർ ആയിരിക്കും. ടാപ്പ് വാട്ടർ ഇസ് ഡ്രിങ്കബിൾ ഇൻ എവറി ഹോട്ടൽ. അപ്പൊ നമ്മൾ വെള്ളം, വാട്ടർ ഈസ് വെരി എക്സ്പെൻസീവ്, €1 €2 പെർ ബോട്ടിൽ. അപ്പോൾ ഒരു നല്ലൊരു വാട്ടർ ബോട്ടിൽ ഒരാൾ നിങ്ങളെ കയ്യിൽ എടുക്കുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കത് വെള്ളം കളക്ട് ചെയ്യും. നമ്മളെ വാഷ്റൂമിൽ തന്നെയാണ് നമ്മൾ വെള്ളം കളക്ട് ചെയ്യുന്നത്. നമ്മുടെ തെക്കോഫിനയുടെ ആ ഒരു റേഞ്ചിൽ വരുന്ന വാട്ടറാണ്. അപ്പൊ എല്ലാവരും അത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ വാട്ടർ ബോട്ടിൽ ഒന്ന് കരുതാം. പിന്നെ ഷൂസ്, നല്ലൊരു കംഫർട്ടബിൾ ആയിട്ടുള്ള, യൂറോപ്യൻ ടൂർ ആകുമ്പോൾ വാക്കിംഗ് ടൂർസ് പല സ്ഥലങ്ങളിലും ഉണ്ടാവും. അപ്പോൾ വാക്കിംഗ് ടൂറിന് പോകുമ്പോൾ നമ്മുടെ ലെഗ് വളരെ കംഫർട്ടബിൾ ആയിരിക്കണം. കംഫർട്ടബിൾ ആയിട്ടുള്ള ലെഗിന് അത്യാവശ്യം നല്ല സ്ട്രെച്ചബിൾ ആയിട്ടുള്ള ഷൂസ്, നിങ്ങളിപ്പോൾ ജോഗിങ്ങിനുള്ള യൂസ് ചെയ്യുന്ന ഷൂസ് ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഷൂ നിങ്ങളത് ക്യാരി ചെയ്താൽ മതിയാവും. പിന്നെ നമുക്ക് മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പിന്നെ അഡാപ്റ്റർ ആണ്. അഡാപ്റ്റർ ഇന്റർനാഷണൽ യൂണിവേഴ്സൽ അഡാപ്റ്റർ വാങ്ങിച്ചാൽ മതി. ഒരു 500-700 റുപ്പീസ് ഉണ്ടാവുള്ളൂ. അത് വെച്ച് കഴിഞ്ഞ് നമുക്കതെല്ലാം മൊബൈലെല്ലാം ചാർജ് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല മൊബൈൽ ഷോപ്പിൽ പോയാൽ നമുക്കത് കിട്ടുന്നതാണ്. പിന്നെ സിം കാർഡ് നിർബന്ധമായും, എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, നിർബന്ധമായും നിങ്ങൾ സിം കാർഡ് എടുത്തിരിക്കണം. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മൊബൈലിൽ ഇന്റർനാഷണൽ റോമിംഗ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടോ എന്നുള്ളത് നോക്കുക. നമുക്ക് വൊഡാഫോൺ ഒക്കെ ആണെങ്കിൽ നല്ലതാണ്, ബിക്കോസ് ഇറ്റ്സ് എ ഡച്ച് ബേസ്ഡ് കമ്പനി, നല്ല പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യും. എയർടെൽ ഈസ് ഓൾസോ ഓക്കെ. അതിന്റെ ഒരു 3999, 4999 ഒക്കെ പ്ലാൻ ഉണ്ടാവും. ഈ മൊബൈൽ എടുക്കാതെ വന്നാൽ ഉള്ളൊരു പ്രോബ്ലം, ഐ മീൻ സിം എടുക്കാതെ വന്നാലുള്ളൊരു പ്രോബ്ലം, നമ്മൾ ഒന്ന് കൂട്ടം തെറ്റിപ്പോയി അല്ലെങ്കിൽ ഒന്ന് മിസ്പ്ലേസ്ഡ് ആയി കഴിഞ്ഞാൽ ടൂർ മാനേജറിന് നിങ്ങൾ ഒരു കാരണവശാലും കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമ്മുടെ സമയം അവിടെ നഷ്ടപ്പെടുവാണ്. നമുക്ക് ബാക്കിയുള്ളവരും ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരുവാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഒന്ന് മാറിക്കഴിഞ്ഞ് നിങ്ങൾക്ക് ടൂർ മാനേജറുമായിട്ട് ഇമീഡിയറ്റ്ലി ഒന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അവരുടെ ഇതിനനുസരിച്ച് അവർ ഏത് പ്ലേസിലുള്ളത് നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകാൻ പറ്റും. അപ്പൊ തീർച്ചയായും നമ്മൾ ഇത്രയും പൈസ മുടക്കി പോകുന്ന ഒരു ട്രിപ്പാണ്. ഇന്റർനാഷണൽ റോമിംഗ് എല്ലാവരും തന്നെ ആക്ടിവേറ്റ് ചെയ്യുക. പിന്നെ പുറത്തുള്ള പ്രൈവറ്റ് സിമ്മുകളൊക്കെ ഉണ്ട്, അത് നിങ്ങൾക്ക് അപ് ടു യു. ബട്ട് മേ ബി ഒരു 1000 റുപ്പീസ് കുറവിലൊക്കെ അത് കിട്ടുമായിരിക്കും. പക്ഷെ നിങ്ങളുടെ മൊബൈൽ ഇപ്പോൾ ഏതാണോ എക്സിസ്റ്റിംഗ് സിം ഉള്ളത് അതിന്റെ ഓഫർ ചോദിച്ചിട്ട് കസ്റ്റമർ കെയറിൽ വിളിച്ച് സംസാരിച്ച് അത് ഇന്റർനാഷണൽ റോമിംഗിലേക്ക് മാറ്റുന്നതായിരിക്കും കംഫർട്ടബിൾ. അങ്ങനെയാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് അത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ വേറെ ഇമ്പോർട്ടൻ്റ് ആണ്, മഗ് നിർബന്ധമായും എടുക്കുക എന്നുള്ളതാണ്. മഗ് നമ്മൾ ടിഷ്യൂ ഒന്നും ഉപയോഗിച്ചുള്ള ശീലം നമുക്കില്ല. അതുകൊണ്ട് മഗ് അല്ലെങ്കിൽ ഒരു ബോട്ടിലായാലും മതി. ഇറ്റ്സ് ബെറ്റർ മഗ് ക്യാരി ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഈ ടീ ബാഗ്സും ഈ നമ്മുടെ കെറ്റിൽസ്, കെറ്റിൽസ് എല്ലാ ഹോട്ടൽസിലും ഉണ്ടാകും. പക്ഷെ പറയാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മൾ ഈവൻ വി ഡു വിത്ത് 4-star ഹോട്ടൽസ് എവ്രിവെയർ, 4-star പ്രീമിയം ഹോട്ടൽസ് ഇൻ സംവെയർ, 4-star ബേസിക് ഹോട്ടൽസ് ഇൻ സം പ്ലേസസ്. ബട്ട് ചില സ്ഥലങ്ങളിൽ ഇവർ കെറ്റിൽ വെക്കില്ല. അത് ഹോട്ടലിന്റെ പോളിസി. ഈവൻ ദോ ഇതിന്റെ ബിഗ് ബ്രാൻഡഡ് ഹോട്ടൽസിൽ ഉണ്ടാവില്ല, ചില മേ ബി 1-2 ഹോട്ടൽസ്. അപ്പം ഒരു കെറ്റിൽ നിങ്ങൾക്ക് അത്രയും നിർബന്ധമാണെങ്കിൽ ഒരു കെറ്റിൽ നിങ്ങൾക്ക് ക്യാരി ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ടീ ബാഗ്സ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീ ബാഗ്സ് നിങ്ങൾക്ക് ക്യാരി ആവുന്നതാണ്. നോർമൽ കോഴ്സിൽ ഇതൊക്കെ തന്നെ എല്ലാ ഹോട്ടൽസിലും ഉണ്ടാവും. ഇറ്റാലിയൻ പാർട്ടിലാണ് നോർമലി ചിലപ്പോൾ ഒരു ഹോട്ടലിലെങ്ങാനും ത്രൂ ഔട്ട് ദ ട്രിപ്പ് നമ്മൾ കുറേ ഹോട്ടൽസിൽ നിൽക്കുന്നുണ്ട് ഇല്ലാതെ വരുന്നത്. അപ്പൊ അത്രയും നിർബന്ധമാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കെറ്റിൽ ക്യാരി ആവുന്നതാണ്. പിന്നെ നമുക്ക് മെയിൻ ആയിട്ട് ഉള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ്. പിന്നെ മെഡിസിൻസ് ബേസിക് ആയിട്ടുള്ള മെഡിസിൻസ്, നമുക്ക് ഫീവർ, സ്റ്റൊമക് പെയിൻ, കഫ്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ ഇൻസുലിൻ യൂസ് ചെയ്യുന്നവരുണ്ടാവും, ഡയബറ്റിക് ആയിട്ടുള്ളവർക്കെല്ലാം ഇൻസുലിന് നിങ്ങൾക്ക് ക്യാരി ആവുന്നതാണ്. അത് ക്യാബിൻ ബാഗിൽ തന്നെ ഇൻസുലിൻ പിന്നെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്.
അപ്പം മെഡിസിന്റെ കാര്യങ്ങൾ, ബേസിക് ആയിട്ടുള്ള മെഡിസിൻസ് നിങ്ങൾ കയ്യിൽ കരുതിയാൽ മതിയാവും. അത് നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് അത് കുറച്ച് നിങ്ങൾ ലഗേജിലും വെക്കുക, കുറച്ച് ക്യാബിൻ ബാഗിലും വെക്കുക. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ പെയർ ഓഫ് ഡ്രസ്സ് ക്യാബിൻ ബാഗേജിൽ നിങ്ങൾ ക്യാരി ചെയ്യണം. വൈ? ബിക്കോസ് ഇഫ് സം ഡിലേ ഹാപ്പൻസ് ടു ഡെലിവർ ദ ലഗേജ്, അല്ലെങ്കിൽ നമ്മൾ എത്തുന്ന ദിവസം ലഗേജ് കിട്ടിയില്ലെങ്കിൽ നെക്സ്റ്റ് ഡേയിലായിരിക്കും, വളരെ റെയർലി അത് സംഭവിക്കാറുള്ളൂ, പക്ഷെ നെക്സ്റ്റ് ഡേയിലായിരിക്കും അവരത് അവിടെ നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിലോ എവിടെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെലിവറി ചെയ്യിക്കുന്നത്. അപ്പൊ നെക്സ്റ്റ് ഡേയിൽ യൂസ് ചെയ്യാനുള്ള ഒരു പ്രിക്കോഷൻ എന്നുള്ള രീതിയിൽ ഒരു പെയർ ഓഫ് ഡ്രസ്സ് എപ്പോഴും നമ്മുടെ ബാഗിൽ തന്നെ, ക്യാബിൻ ബാഗിൽ നിങ്ങളത് ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ ഒരു തെർമൽ വാട്ടർ ബോട്ടിൽ, തണുത്ത ചൂടുവെള്ളം യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു മിൽട്ടൻ്റെയോ അങ്ങനെയുള്ള ഒരു തെർമൽ ബോട്ടിൽ അത് എടുത്താൽ മതി. അപ്പൊ നിങ്ങൾ ത്രൂ ഔട്ട് ദ ട്രിപ്പ് അത് കെറ്റിൽ നിന്ന് വെള്ളം ചൂടാക്കി മോർണിംഗിൽ തന്നെ ആ വെള്ളം തന്നെ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ഒരു 7-8 മണിക്കൂർ വരെ ആ വെള്ളത്തിന്റെ ഇത് നിൽക്കുമല്ലോ. പിന്നെ നമ്മൾ ചില ഡിന്നറുകൾ, 5-6 ഡിന്നറുകളൊക്കെ നമ്മൾ താമസിക്കുന്ന ഹോട്ടലുകളിൽ തന്നെ മിക്സ് ആണ്, ഇന്ത്യൻ ഫുഡ് പ്ലസ് യൂറോപ്യൻ ഫുഡ് ആൻഡ് 2-3 ചൈനീസ് ഫുഡിന്റെ ഒരു കോമ്പിനേഷൻസ് ആണ്. അത് മിക്കവാറും സ്ഥലങ്ങളിലും ബൊഫേ ആണ്. ചില സ്ഥലങ്ങളിൽ 3 കോഴ്സ് മെനു ആണ്. 3 കോഴ്സ് മെനു ആണെങ്കിൽ ഫസ്റ്റ് അവർ ഒരു സലാഡ് തരും, പിന്നെ മെയിൻ കോഴ്സ് വരും, നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കണം. മെയിൻ കോഴ്സ് വരും, പിന്നെ അത് ഡെസേർട്ട് വരും. ഇതിൽ പലരും അത് എക്സ്പീരിയൻസ് ചെയ്തതായിരിക്കും. അപ്പം കുറച്ച് നമ്മൾ റെസ്റ്റോറൻറ്റ്സിൽ, കുറച്ച് ഹോട്ടൽസിൽ അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഫുഡിന്റെ പരിപാടികളൊക്കെ ഉള്ളത്. പിന്നെ ഇത്രയൊക്കെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. ടൈം എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ടൈം. അപ്പൊ അത് പങ്ക്ച്വൽ ആയിട്ട് പാലിക്കുക എന്നുള്ളതാണ്. നമ്മളത് ട്രിപ്പ് ഏറ്റവും പരിപൂർണമായി ഏറ്റവും നല്ല രീതിയിൽ സക്സസ്ഫുൾ ആയിട്ട് പര്യവസാനിക്കണമെങ്കിൽ സമയത്തിന് വളരെയധികം ഇമ്പോർട്ടന്റ് കൊടുക്കുക. നമുക്കറിയാം, ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമുക്ക് 2-3 മണിക്കൂറൊക്കെ അവിടെ സ്പെൻഡ് ചെയ്യണമെന്നുണ്ടാവും. പക്ഷെ നമുക്ക് പറ്റത്തില്ല. അത്രയും നൈറ്റ് കൂടുമ്പോൾ 20,000-25,000 രൂപ വെച്ച് ഓരോ ദിവസത്തിനും അഡീഷണൽ വരും. അപ്പൊ നമ്മളൊരു ഏറ്റവും നല്ല വൺ ഓഫ് ദ ബെസ്റ്റ് പ്രോഗ്രാം വി ഹാഡ് പ്രോഗ്രാം ഇപ്പോഴും റണ്ണിങ് ഉണ്ട്. പക്ഷെ കമ്പയർ ടു ദാറ്റ് മെയിലെ ഒരു വളരെ നല്ല പ്രോഗ്രാമാണ്. നമ്മൾ പിസ ടു റോമിലേക്കൊക്കെ ട്രെയിൻ ഒക്കെ കൊടുത്ത്, ഖത്തർ എയർവേസ് റോമിൽ നിന്ന് തന്നെ ഡിപ്പാർട്ട് ചെയ്യുന്ന ഫ്ലൈറ്റ് ഒക്കെ വെച്ചിട്ടുള്ള പ്രോഗ്രാമാണ്. ഈവൻ യു ഹാവ് എ ചാൻസ് ടു സീ ദിസ് ടുലിപ് ഗാർഡനും കാണുന്നുണ്ട്. ആംസ്റ്റർഡാമിൽ 2 നൈറ്റ് ഒക്കെ വെച്ചിട്ട് കംഫർട്ടബ്ലി സ്ട്രക്ചർ ചെയ്തിരിക്കുന്ന, ജർമ്മനിയിൽ ഫെറിയൊക്കെ വെച്ച് സ്ട്രക്ചർ ചെയ്തിട്ടുള്ള പ്രോഗ്രാം, വളരെ സ്മൂത്ത് ആയിട്ട് പോകേണ്ട പ്രോഗ്രാമാണ്. എന്നിരുന്നാൽ തന്നെ ഈ സമയം എന്ന് പറയുന്നത് രാവിലെ മിക്കവാറും നമ്മൾ ഒരു 8:30 ആയിരിക്കും ഡിപ്പാർച്ചർ വരുന്നത്. എല്ലാ ദിവസങ്ങളിലും ഒരു 8:30 മണിയാകുമ്പോഴായിരിക്കും ഇതിന്റെ ഡിപ്പാർച്ചർ ഉണ്ടാവുക. അപ്പം 8:30, ചില ദിവസങ്ങളിൽ 9 o'clock ആയിരിക്കും. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രിപ്പയർ ആയിട്ട് നിൽക്കുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇതിൽ പറയാനുള്ളത്. പിന്നെ എനിക്ക് പറയാനുള്ളത് കറൻസിയാണ്. കറൻസി യൂറോ ആണ്. സ്വിസ് ഫ്രാങ്ക് ആൻഡ് യൂറോ. സ്വിറ്റ്സർലാൻഡിൽ മാത്രമേ സ്വിസ് ഫ്രാങ്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് യൂറോ തന്നെ എടുക്കുന്നതാണ് നല്ലത്. ഇപ്പം ഒരാൾ എത്ര എടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാക്ട് ഒരാളുടെ പർപ്പസ് പോലെയാണ്. ബിക്കോസ് ഇറ്റ്സ് എൻ ഓൾ ഇൻക്ലൂഡഡ് പാക്കേജ്. എല്ലാം ഇൻക്ലൂഡഡ് ആണ്. നിങ്ങളുടെ ഫുഡും എവറിത്തിങ് ഇൻക്ലൂഡഡ് എക്സെപ്റ്റ് യുവർ ഷോപ്പിംഗ്, എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ഇനി നിങ്ങളുടെ പേഴ്സണൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെങ്കിൽ, പ്രത്യേകിച്ചും നമ്മൾ യൂറോപ്പിൽ പോകുമ്പോൾ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് കുറച്ച് ചോക്ലേറ്റ്സ്, അല്ലെങ്കിൽ കുറച്ച് മൊമെന്റോസ് പോലെയുള്ള അതുപോലുള്ള കുറച്ച് സാധനങ്ങൾ, സോമിനീസ്, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങിക്കുന്നത്. അല്ലാതെ അത്രയും നമ്മൾ യൂറോ കൊടുത്ത് എക്സ്പെൻസീവ് ആയിട്ട് വാങ്ങിക്കുന്നത് കുറവാണ്. ഇനി ആർക്കെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഒരു സാധനം വാങ്ങിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പ്രൈസ് അറിയെങ്കിൽ നിങ്ങൾ അതും കൂടെ കൂട്ടിയെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഐ റെക്കമെൻഡ് 50,000 ഫോർ എ കപ്പിൾ ഈസ് മോർ ദാൻ ഇനഫ്. 50,000 ഇന്ത്യൻ റുപ്പി ഫോർ എ കപ്പിൾ മീൻസ് 50,000 എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ യൂറോയുടെ റേറ്റ് അനുസരിച്ചിട്ട് മേ ബി ഒരു എത്ര വരും, 500-600 യൂറോ ഒരു കപ്പിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് വരാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഷോപ്പിങ്ങിനുള്ള കാര്യങ്ങളും, പിന്നെ എക്സ്ട്രാ നിങ്ങൾ എന്തെങ്കിലും കോഫി കുടിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ഇതിൽ അഡീഷണൽ ആയിട്ട് വരുന്നുള്ളൂ. അപ്പൊ ഇതിന്റെ ഒരു ബേസിക് ഫ്രെയിം ആണ് ഞാൻ പറഞ്ഞത്. ദർ ആർ മെനി ഡൗട്ട്സ് യു ആർ ഹാവിങ്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് പോവാം. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ചോദിക്കുമ്പോഴാണ് കൂടുതൽ എനിക്ക് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്തേക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. അപ്പം ദയവീത് എല്ലാവരും ഓരോരുത്തരായിട്ട് ചോദിക്കുക. അപ്പം ചോദിക്കുന്നവർ മാത്രം മൈക്ക് അൺമ്യൂട്ട് ചെയ്യുക. ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്താൽ ക്ലാരിറ്റിയോടുകൂടി ബാക്കിയുള്ളവർക്കും കേൾക്കാൻ പറ്റും. സോ നൗ ഇറ്റ്സ് ഓപ്പൺ ഫോർ യു ഓൾ. യാ, ഹലോ, ക്യാൻ യു ഹിയർ മീ? സാറേ ഒന്ന് പേര് പറഞ്ഞിട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്തു. പറയാം. എന്റെ പേര് ജയപ്രസാദ് ആണ്. ഐ എം എ റിട്ടയർഡ് സയന്റിസ്റ്റ്. ഓക്കെ. അപ്പോ എനിക്കുള്ള സംശയം എന്ന് വെച്ചാൽ, നമ്മൾ ഈ ട്രാവൽ കാർഡായിട്ട് എടുക്കുന്നതാണോ നല്ലത്, യൂറോ ആയിട്ട് കൊണ്ടുവരുന്നതാണോ നല്ലത്? ട്രാവൽ കാർഡ് എടുത്തു കഴിഞ്ഞാൽ നല്ലതാവുമോ?
സാറേ അതിന് രണ്ടും നല്ലതാണ്. ഇപ്പൊ ഒരുവിധം ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും കാർഡ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. കറൻസിന്റെ റിക്വയർമെന്റ് കുറവാണ്. പക്ഷെ ഉം. പ്രൊവൈഡഡ് നമുക്ക് ഇവിടെ ചിലപ്പോൾ കാർഡിൽ അവർ ചാർജ് ഇല്ല എന്നൊക്കെ പറയുക കൂടി അവിടെ എന്തെങ്കിലും ചിലപ്പോൾ ഒരു 2% ഒക്കെ വന്നേക്കാം. ഐ എം നോട്ട് ഷുവർ. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ കാർഡ്. സോ വാട്ട് ഐ റെക്കമെൻഡ് സാർ, ഇപ്പൊ എത്രയാണ് ഒരു 50,000 ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ആ അതിൽ ഹാഫ് കാർഡിൽ അപ്ലോഡ് ചെയ്യുകയും ബാക്കി എമൗണ്ട് ക്യാഷ് ആക്കിയിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പൊ നമുക്ക് മാക്സിമം ഒരാളാണെങ്കിൽ എത്ര കൊണ്ടുപോകാൻ പറ്റും? അല്ല, കൊണ്ട് ക്യാഷ് സാറിന് 2 ലക്ഷം INR ഈക്വൽ ആയിട്ട് ഒരാൾക്ക് കൺവേർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി ഓ പറ്റും. ഓ 2 lakhs ദാറ്റ്സ് equal. യാ യാ. ആ ഇപ്പൊ ആ 2 ലക്ഷമാണെങ്കിൽ 4 ലക്ഷം കൊണ്ടുപോകാം. പിന്നെ നിങ്ങൾക്ക് ഖത്തറി റിയാൽ വേണമെങ്കിൽ കുറച്ച് വെക്കാം. ഖത്തറിൽ നമുക്ക് ഉം. അത്ര സമയമുള്ളൂ. പോകുമ്പോഴും വരുമ്പോഴും ഒരു കോഫി ഉം. കുടിക്കണോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വേണം, അല്ലെങ്കിൽ തിരിച്ചു വരുമ്പോൾ കുറച്ച് ചോക്ലേറ്റ്സ് ഒക്കെ വേണമെങ്കിൽ ഒരു 5,000 10,000 ഈക്വലന്റ് ആയിട്ട് ഖത്തറി റിയാലും കൂടെ മാറ്റി വെക്കാം. പോകുമ്പോൾ നമുക്ക് സമയം ഉണ്ടാവില്ല. പോകുമ്പോൾ 2 മണിക്കൂറേ ഉള്ളൂ, തിരിച്ചു വരുമ്പോൾ 3 മണിക്കൂറുണ്ട്. അപ്പൊ ഈ തോമസ് കുക്കിന്റെ ഇവിടെ നമുക്ക് ഇങ്ങനെ എന്റെ ആക്ച്വലി ഡോക്ടറും സണ്ണിലെല്ലാം ഇപ്പൊ പോകുമ്പോൾ അവരെല്ലാം ട്രാവൽ കാർഡ് എടുത്താണ് പോകുന്നത്. തോമസ് കുക്കിന്റെ അവിടെ നിന്ന് എടുത്താൽ പോകുന്നത്. അതെ അപ്പൊ അതെ. അങ്ങനെ അങ്ങനെ നമുക്കിത് അവിടെ നിന്ന് തന്നെ ഇത് മാറ്റി അവരെ നിന്ന് എടുക്കുന്നതാണോ നല്ലത്, അതോ നമ്മളെ പാസ്പോർട്ട് കാണിച്ച് വേറെ ഏതെങ്കിലും ഏജൻസി അങ്ങനെ ഏജൻസികളിലും എടുക്കണോ? അല്ല, എങ്ങനെയാണ് ഞാൻ അതിന്റെ? ഞാനിത് സിംപ്ലി വാട്ട് ഐ റെക്കമെൻഡ്, നമ്മളിപ്പം സാറിന്റെ ഇപ്പം കുട്ടികൾ പോകുമ്പോൾ ചിലപ്പോൾ അവരുടെ ഒരു ഓൾ ഇൻക്ലൂഡഡ് പ്രോഗ്രാം ആയിരിക്കണമെന്നില്ല. നമുക്ക് ഇതിൽ ചെലവുകൾ വരുന്നില്ല എന്ന് മാത്രമല്ല, നമുക്ക് ഇങ്ങനെ ഉം. ഒരുപാട് സമയങ്ങൾ ഇപ്പൊ ഷോപ്പിങ്ങിനൊന്നും ഒരു ട്രിപ്പിൽ ഉണ്ടാവില്ല. നമുക്കിപ്പോ സ്വിറ്റ്സർലാൻഡിലുണ്ട്, റോമിലുണ്ട്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിലാണ് ഓ ഷോപ്പിംഗ് 1-2 അതെ അവേഴ്സ്. അതെ 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 അപ്പൊ അതെ അതെ. അതുകൊണ്ട് തന്നെ ഉം. ഞാൻ റെക്കമെൻഡ് ചെയ്യുക ആ കറൻസി ആക്കി എടുക്കുന്നതാണ് റെക്കമെൻഡ് ചെയ്യുക. ഇപ്പം സാർ ഇപ്പോൾ 1 ലക്ഷം ഇന്ത്യൻ റുപ്പീസിന് കൂടുതലാണ് സാറ് എടുക്കാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഗോ ഫോർ എ കാർ. ആ ഓർ ഇഫ് യു ആർ ഓക്കെ ഓൾറെഡി 50,000 അത്രേ ഉണ്ടാവുള്ളൂ. യൂറോയുടെ 4-5 നോട്ട് എന്ന് പറയുമ്പോൾ തന്നെ അറൌണ്ട് 50,000 ഈക്വൽ. ദാറ്റ്സ് ഓക്കെ ഓക്കെ. ആ പിന്നെ നമ്മൾ ഈ ഇപ്പൊ ഞാൻ BSNL-ഉം റിലയൻസ് ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത് രണ്ടും നമുക്ക് ഇന്റർനാഷണൽ റോമിംഗ് ആയിട്ട് നമുക്ക് ഇവിടെ നിന്ന് കൺവേർട്ട് ചെയ്യണോ, അതോ വേറെ ഏതെങ്കിലും സിം, വേറെ ഇവിടെ എല്ലാം റേഞ്ച് കിട്ടുന്ന സിം ഏതാണെന്ന് മാഷ് പറയുന്നുണ്ടല്ലോ. BSNLിന്റെ കാര്യം ഡൗട്ടാണ്. ജിയോ ആ പോസ്റ്റ്പെയ്ഡ് ഓർ പ്രീപെയ്ഡ്? അത് എൻ്റെത് പിന്നെ പ്രീപെയ്ഡ് ആണ്. പ്രീപെയ്ഡ് ആണ്. ജിയോ ചില സ്ഥലങ്ങളിൽ സാർ അതിന് റേഞ്ച് ഇല്ല. കമ്പയർ ടു BSNL, ജിയോ ഈസ് ബെറ്റർ കമ്പയർ ടു BSNL. അപ്പൊ അങ്ങനെയാണെങ്കിൽ പുതിയത് ഏതാണ് ഈ നമ്മൾ പോകുന്ന രാജ്യങ്ങളിൽ ആ യൂണിവേഴ്സൽ ആയിട്ട് നമുക്ക് റേഞ്ച് ഉള്ളത്? പിന്നെ ഏത് 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 പ്രൊവൈഡറൊക്കെ ആയിരിക്കും? സാറേ, അത് ഇതെന്ന് പറയുന്നത് ലാച്ചി ആണ്. അതായത് നമ്മളുടെ ഇവിടുത്തെ ഓരോ കമ്പനികളും അവിടെ ഓരോ രാജ്യത്തെ കമ്പനികളുമായിട്ട്, ഇപ്പൊ ഫ്രാൻസിൽ ഓറഞ്ച് ആണ്, ആ നെതർലാൻഡ് വോഡാഫോൺ ആണ്. അപ്പൊ ഓരോ കമ്പനികളുമായിട്ട് അവർ കൊളാബ് ചെയ്യാണ്. അപ്പം ആ അപ്പൊ അങ്ങനെയാണ് അത് വർക്കൗട്ട് ആവുന്നത്. അവരുടെ സർവീസ് അവിടെ ഇല്ലല്ലോ. അപ്പൊ നമുക്ക് അല്ല അപ്പൊ നമുക്ക് ഉം, മൈ ഡൗട്ട് ഈസ് ഉം. ഇവര് ടൈപ്പ് ആയിട്ടുള്ള യൂണിവേഴ്സ് ആയിട്ട് ഒരെണ്ണം സജസ്റ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു കാർഡ്, അതായത് ഒരു സിം ചെയ്യാൻ പറ്റുമോ? സാർ അതിനുള്ളത് ഈ പ്രൈവറ്റ് പ്രൊവൈഡേഴ്സ് ആണ് ഉള്ളത്. അതും പക്ഷെ ആ നമുക്കൊരു 100% അതൊരു തേർഡ് പാർട്ടിയാണ്. അതുകൊണ്ട് നമുക്കൊരു 100% അതിൽ പറയാൻ പറ്റില്ല. ഏകദേശം ഈ റോമിംഗിന്റെ ഉം. അതേ ചാർജ് തന്നെ അവർ വാങ്ങിക്കുന്നുണ്ട്. അത് എവിടെയെങ്കിലും വർക്ക് ചെയ്യോ ഇല്ലയോ എന്നുള്ളൊരു 100% നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം മോസ്റ്റ്ലി നമ്മൾ ഉം. റെക്കമെൻഡ് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നതാണ്. അപ്പം നമ്മുടെ നമ്പറും കയ്യിൽ കിടക്കും റോമിംഗ് ആകുമ്പോൾ. അപ്പൊ സാർ ഇപ്പോൾ യൂസ് ചെയ്യുന്ന കാർഡ് ഒന്ന് അവരുമായിട്ട് അതെ അതെ സംസാരിക്കുക. അതെ. ആ സർവീസ് ആ പ്രൊവൈഡറുടെ ജിയോയുടെ സ്റ്റോറിൽ പോവുക, സ്റ്റോറിൽ പോയിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുക. ഇങ്ങനെയാണ് ഇത്രയും രാജ്യങ്ങളിലാണ് പോകുന്നത്. സോ മേക്ക് ഷുവർ ഇറ്റ് വെദർ എനിക്ക് കിട്ടണം എന്നുള്ളത് ആ 100% അവരുടെ അടുത്ത് പറയാം. എന്തായാലും കിട്ടും എന്നുള്ളത് ഒന്ന് ഉറപ്പുവരുത്തിയാൽ മതി. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ഈ ബോട്ടിം പോലെയുള്ള ആപ്ലിക്കേഷൻസ് അത് റേഞ്ച് നമുക്ക് നെറ്റ് കവറേജ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ വീടുമായിട്ട് അല്ല, കോൺടാക്ട് ഉണ്ടെങ്കിൽ. അത് നമുക്ക് ഹോട്ടൽസ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഹോട്ടലിനെ പറ്റുള്ളൂ. അതെ അതെ. വൈഫൈ ഉം. ഇപ്പൊ ഹോട്ടലിൽ മാത്രമേ. അപ്പൊ നമ്മൾ വൈഫൈ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഏത് പിന്നെ മൊബൈൽ എടുത്താലും വൈഫൈ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുമല്ലോ ഈ അത് പറ്റും, അത് 57. പറ്റും, അത് പറ്റും. അതെല്ലാം ഹോട്ടൽസിലും ഉണ്ടല്ലോ വൈഫൈ. അപ്പൊ ഡ്യൂറിങ് ട്രാവലിംഗ് ടൈം അതെ അതെ. പക്ഷെ നമുക്ക് സിമ്മിന്റെ ഡ്യൂറിങ് ഒരു യൂസേജ് ശരിക്കും വേണം. അല്ലെങ്കിൽ അതെ, ഡ്യൂറിങ് ട്രാവലിംഗ് ടൈമിലാണ് നമുക്ക് ഇതിന്റെ പർപ്പസ് കൂടുതൽ. ട്രാവലിംഗ് അതെ, ട്രാവലിലാണ് ഇതിന്റെ അതെ 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 അതെ. പർപ്പസ് അപ്പൊ കൂടുതൽ. ഐസൊലേഷൻ ആയി പോവുകയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ളതാണ്. ഉം. അതെ 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 അതെ. പിന്നെ ഈ എക്സ്പ്ലെയിൻഡ് പ്രട്ടി വെൽ ആൻഡ് ആയിക്കോട്ടെ. അതൊക്കെ ക്യാബിൻ ബാഗിൽ നമുക്ക് വയ്ക്കാമോ, സെക്കൻഡ് ബാഗിലോട്ട് പോകണം? നമുക്ക് നമ്മൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഓയിൻമെന്റ് ഒക്കെ ഉണ്ടല്ലോ, അത് നമുക്ക് എടുക്കാൻ പറ്റും? ഓയിൽമെന്റിൽ തീർച്ചയായും സാറേ ചെക്ക് ഇൻ ബാഗേജിൽ പോകണം. ക്യാബിൻ ബാഗിൽ ലിക്വിഡ് ആണല്ലോ അത്. അപ്പൊ 100 ml കൂടുതലാണെങ്കിൽ അവരത് എടുത്ത് റിമൂവ് ചെയ്യും. ചെക്ക് ഇൻ ബാഗിലിടും, ചെക്ക് ഇൻ ആ ബാഗിൽ.
ഞാൻ പറഞ്ഞ ഓയിൻമെന്റ്, ഓയിൻമെന്റ് ടെല്ലിങ് അബൌട്ട് 15 gram ഓയിൻമെന്റ് 5 gram ഓയിൻമെന്റ് ആയിട്ടുള്ളത് നമുക്ക് 50, എടുക്കാൻ 50 പറ്റുമെന്ന് വെച്ചാൽ that's okay. ഓയിൻമെന്റ്സ്. 50 that's okay, no problem. ഇപ്പൊ ഞാൻ പെയിൻ നമ്മളെ നമുക്ക് മറ്റേ നമുക്ക് ഓളിനി ക്രീം അങ്ങനെയുള്ളതൊക്കെ നമുക്കൊരു 10 ഗ്രാമിന്റെ ഒക്കെ കൊണ്ടുവരാൻ പറ്റുമോ ക്യാബിൻ ബാഗിൽ വെക്കാൻ? കൊണ്ടുപോവാം. ആ 100 ml ആവാതെ നോക്കുക എല്ലാം കൂടെ. ഓക്കെ ഓക്കെ ഓക്കെ. ദാറ്റ് അപ്പൊ മീൻസ് എനിക്ക് 10 grams ഒരു that's all. മെസ്സേജ് ഇതിൽ I വന്നത് think it is very clear. കോച്ചിലെ വൈഫൈ ആണ്. കോച്ചിൽ വൈഫൈ ഉണ്ടാവില്ല. അത് നമുക്ക് ആ ഹോട്ടലിൽ മാത്രമേ വൈഫൈ ഉണ്ടാവുള്ളൂ. കോച്ചിൽ നമ്മൾ ഓക്കെ ഓക്കെ റോമിംഗ് പാക്ക് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ. ഹലോ അപ്പൊ ബിബി, നമ്മളെ റോമിംഗ് നമ്മൾ ഇവിടെ നിന്ന് ആക്ടിവേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. കൊണ്ടുപോവാ. കറക്റ്റ്. International roaming we have to activate prior to our departure. Exactly. No, that will be done. Okay, that Yes. will be done. Only thing is we have to consult the provider and tell them because we are going these countries and what are Exactly. the time to check. Yeah. Okay, that will decide. That is no problem. Then about the euro currency, I could understand. And Okay. about the dress and everything, you pretty well you explained, and about the shoes and carrying about thermal this thing, that thing, fast and everything. All Now right. it is out right. For me, it is out right. It is very clear to me. Only thing is, no, I'll be reaching there by train by 7 o'clock at Angamali. Then I will hire a taxi and I come to airport. All Most right. probably I will reach by 8 o'clock. I think 8 o'clock. And I have a launch card. Whether I can avail it or I have to wait. ലോഞ്ച് കാർഡിൽ സാറേ നമ്മൾ 12:30-ക്കാണ് നമ്മൾ ടൂർ മാനേജർ എത്തുള്ളൂ. അപ്പൊ ആ സമയത്ത് എല്ലാവരും ഒരുമിച്ചായിരിക്കും. നമുക്ക് അവിടുന്ന് ഒരു കിറ്റ് എല്ലാവർക്കും ഡെലിവറി ചെയ്യാണ്ട്, ബാഗ്, ക്യാപ്പ്, അങ്ങനെയുള്ള സാധനങ്ങൾ. അപ്പൊ 12:30-ക്ക് നമ്മൾ എൻ്റർ ചെയ്യാൻ പാടുള്ളൂ. എല്ലാവരും അപ്പൊ ഒരുമിച്ച്. നമുക്ക് അകത്ത് കയറാൻ പറ്റത്തില്ല. അതെ. അത് പിന്നെ ബുദ്ധിമുട്ട്. സാറിന്റെ സാധനം മനസ്സിലായി. വരും. അപ്പൊ ഹലോ ബിബി, ഒരു മിനിറ്റ് അശോക് സാർ. എന്തൊക്കെയുണ്ട്? സുഖമായിട്ടിരിക്കുന്നു. സാർ. നിങ്ങളുടെ ഈ ഫേസ്ബുക്കിലുള്ള വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് നമ്മൾ കുറച്ച് ഇംപ്രസീവ് ആയിട്ട് താങ്ക് യു സോ മച്ച് സർ. ടീമിൽ ജോയിൻ ചെയ്ത. പിന്നെ എനിക്കൊരു കാര്യം, നമ്മുടെ ഇന്റർനാഷണൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വിസ കാർഡ്, മാസ്റ്റർ കാർഡ് ഉണ്ടെങ്കിൽ നമുക്കത് ഡെബിറ്റ് ആയാലും ഇപ്പൊ ഇൻഡസ് ബാങ്കിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വേൾഡ് കാർഡ് കിട്ടുന്നുണ്ട്. അത് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. നമ്മൾ ഓസ്ട്രേലിയയിലൊക്കെ പോകുമ്പോഴൊക്കെ ആണെങ്കിൽ ഒന്നുകൂടെ എനിക്ക് തോന്നുന്നു അഡീഷണൽ ചാർജസ് വരത്തില്ല. ഈ കറൻസി ക്യാരി ചെയ്യുന്നതിനെക്കാട്ടി അത് തന്നെ ബെറ്റർ അല്ല ഓപ്ഷൻ അല്ലേ? 2 ക്രെഡിറ്റും ഉണ്ട്, ഡെബിറ്റ് കാർഡും ഉണ്ട്. എനിക്ക് മോസ്റ്റ്ലി ഞാൻ എല്ലായിടത്തും സിംഗപ്പൂരും ഒക്കെ പോകുമ്പോൾ നമ്മൾ യൂട്ടിലൈസ് ചെയ്യാറുണ്ട്. സാറിന് അത് ഇന്റർനാഷണലി ആണെങ്കിൽ അത് എടുക്കാം. അത് മാത്രമല്ല, ഇപ്പം സാർ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇപ്പൊ ചാർജസ് ഒന്നും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾസോ ഫൈൻ. പിന്നെ ഈ ചെറിയ സ്ട്രീറ്റ് ഷോപ്പിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് മേ ബി യു വിൽ ഗെറ്റ് സം ചീപ്പർ ഐറ്റംസ് ലൈക്ക് സൊവനീസ് ഒക്കെ. അതിനൊന്നും ചിലപ്പോൾ ഈ കാർഡുകൾ എടുക്കണമെന്നില്ല. ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് ചെറിയ ഡിനോമിനേഷന്റെ യൂറോ കയ്യിൽ വെക്കുന്നത്. അതെ. ഒരു മേജർ ചങ്ക് ഓഫ് യുവർ എമൗണ്ട് അത് ഇതിലേക്ക് നമ്മൾ കാർഡിലേക്ക് ഡംപ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള കുറച്ച് പർപ്പസിന് ഉള്ള ഒരു 20,000 റുപ്പീസിന് ഈക്വൽ ആയിട്ടുള്ള യൂറോ ഹാൻഡ് ചെയ്യുന്ന. ഞാനാണെന്നിട്ട് എന്റെ കാർഡ് യൂസ് ചെയ്തിട്ട് നമ്മൾ കാർഡ് ഇട്ട് തന്നെ നമ്മൾ ക്യാഷ് വിഡ്രോ ചെയ്യാറുണ്ടായിരുന്നു. നമുക്ക് എമർജൻസിക്ക് അവിടുന്ന് ATM ൽ നിന്ന് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റും. അത് ക്രെഡിറ്റ് കാർഡാണോ? ക്രെഡിറ്റും ഉണ്ട്, ഡെബിറ്റും ഉണ്ട്. രണ്ട് കാർഡ്. ATM വിഡ്രോവലിന് ചാർജ് പോകും എന്നാണല്ലോ സാറേ തോന്നുന്നത്. ചെറിയ ഒരു 100 റുപ്പീസിന്റെ ഒരു ട്രാൻസാക്ഷന് അവര് അങ്ങനെ വരുന്നുണ്ട്, ഒരുപാട് വരുന്നില്ല. അപ്പൊ അത് കുഴപ്പമില്ല. ചെറിയ ഡിനോമിനേഷന്റെ നമ്മൾ കരുതി വെക്കാം. കറൻസി എടുത്തിട്ട് ബാക്കി കാർഡിൽ ലോഡ് ചെയ്യും. അതെ. ഓക്കെ. പിന്നെ ബാക്കി ഖത്തറിലൊക്കെ നമുക്ക് ഈ കാർഡ് തന്നെ യൂട്ടിലൈസ് ചെയ്യാം. ഞങ്ങള് 12:30 ആകുമ്പോ അവിടെ വന്ന് നമുക്കും ഈ ലോഞ്ച് ആക്സസ് ഉണ്ട്. പക്ഷെ നമ്മൾ ആദ്യമേ കയറി പോകാൻ പറ്റാത്ത. ഇല്ല സാർ, അത് എന്താണെന്നറിയോ, നമ്മളൊരു ഗ്രൂപ്പായിട്ട് എല്ലാവരും കൂടെ അതിന്റെ അകത്ത് കയറി നമ്മൾ അതിനൊരു ബ്രീഫിംഗ് ഉണ്ടാവും. അവിടെ പുറത്ത് ടൂർ മാനേജർ ഒരു ബ്രീഫ് ചെയ്യും. പിന്നെ നമ്മൾ ഈ കിറ്റും സാധനങ്ങളും ഒക്കെ ഒന്ന് ഹാൻഡ് ഓവർ ചെയ്തിട്ട് നമുക്ക് അകത്ത് പോകുന്നു. 12:30 നമ്മൾ അവിടെ നിങ്ങൾ ആ അടുത്താണെന്നുള്ള നമ്പർ തരും. അതെ. അത് നമ്മളെപ്പോഴും 24 hours ബിഫോർ മാത്രമേ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുള്ളൂ. ഇതിന്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ക്രിയേറ്റ് നേരത്തെ ചെയ്താൽ പിന്നെ അതിൽ കംപ്ലീറ്റ് ഫോർവേഡ് മെസ്സേജസ് ഒക്കെ ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മൾ റെലവെന്റ് ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ഇട്ടാൽ അത് വിസിബിൾ ആവില്ല, നോട്ടീസബിൾ ആവില്ല. അപ്പൊ ആ ഒരൊറ്റ റീസൺ കൊണ്ട് പോകുന്നതിന് 24 മണിക്കൂർ മുമ്പായിട്ട്, അതായത് 3-ാം തീയതി മോർണിംഗിലായിരിക്കും നമ്മൾ പിന്നെ ഇതിന്റെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കാം. താങ്ക് യു. സോ നെക്സ്റ്റ്. അപ്പം
നമുക്ക് സിം എടുത്തൂടെ? ഇന്ന ആളാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുന്നത്. കേശവൻ ആൻഡ് അനിത അവരുടെയാണ്, അവരുടെ ഇല്ല. സണ്ണാണ് ചോദിക്കുന്നത്. ആ ആ സിം അവിടുന്ന് ലോക്കൽ സിം നിങ്ങൾ സപ്ലൈ ചെയ്യുമോ അതോ നമുക്ക് അവിടുന്ന് എയർപോർട്ടിൽ നിന്ന് എടുക്കാൻ പറ്റുമോ? എയർപോർട്ടിൽ നിന്ന് എടുക്കാം സാറേ. പ്രൈവറ്റ് സിംസ് ഈ മെട്രിക്സിന്റെ ഒക്കെ സിം കാർഡ് ഉണ്ട്. പക്ഷെ ഇതില് വി ഹാഡ് എ ബിറ്റർ എക്സ്പീരിയൻസ് പ്രീവിയസ്ലി. വി റെക്കമെൻഡ് സം തേർഡ് പാർട്ടി ആൾക്കാരെ നമ്മൾ റെക്കമെൻഡ് ചെയ്തു. ബട്ട് സംവെയർ ചില രാജ്യങ്ങളിൽ ഇത് വർക്ക് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻസ് വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇന്റർനാഷണൽ റോമിംഗ് നമ്മൾ ഏത് സിം ആണോ ഇവിടെ യൂസ് ചെയ്യുന്നത്, അപ്പൊ അതിന് അവർക്ക് അവിടെ സർവീസ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് പ്രയോറിറ്റി നമുക്ക് അതാണ് എപ്പോഴും നല്ലത്. ഓക്കെ. അതുപോലെ ഇതിൽ തെർമൽ ജാക്കറ്റും ഷൂസിന്റെ ഒക്കെ കാര്യം പറഞ്ഞു. ഇപ്പൊ എയ്പ്സിന്റെ അവിടേക്ക് പോകുന്നുണ്ട് പറഞ്ഞു. അവിടോട്ടുള്ളതാണോ? വിന്റർ ജാക്കറ്റ് ആണോ? പ്രോപ്പർ വിന്റർ ഷൂസ് ആണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതോ നോർമൽ ഷൂസ് ആണോ ഉദ്ദേശിക്കുന്നത്? നോർമൽ ഷൂസ് മതി. നോർമൽ ഷൂസ് മതിയാവും. നോർമൽ ഷൂസ് മതി. നമുക്ക് ഇതിൽ മൗണ്ടൈനും സ്നോയ്ക്കും ഉള്ള സാധ്യതകൾ ഐസിലൊക്കെ ഉള്ളത് എന്ന് പറയുന്നത് ടോപ്പ് ഓഫ് ദ ആഡ്സ് ആണ്. അപ്പം അതിലാണെങ്കിൽ നമുക്ക് സ്കെച്ചേഴ്സ് എല്ലാം പോലെയുള്ള ഷൂസ് അല്ലെങ്കിൽ നിങ്ങൾ റീബോക്ക് അല്ലെങ്കിൽ ഏതാണ് യൂസ് ചെയ്യുന്ന ഷൂസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അത് നോർമലി ജോഗിങ്ങിന് യൂസ് ചെയ്യുന്നാൽ മതി. അത് ഇതായി പോയിക്കോളും, ഡ്രൈ ആയി പോയിക്കോളും. യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ഹലോ സർ. യെസ് സർ. മാഡം പറഞ്ഞു. നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനു മുന്നേ യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഓരോ നമ്മുടെ ബാങ്ക് അക്കൗണ്ട്സിന്റെ ഒക്കെ ഇന്റർനാഷണൽ ആക്സസ് ഉള്ള വിസന്റെ ഒക്കെ ഡെബിറ്റ് കാർഡ്സും ക്രെഡിറ്റ് കാർഡ്സും ഒക്കെയാണ് പൊതുവെ യൂസ് ചെയ്യാറ്. ആ അതിനേക്കാളും ബെറ്റർ ഓപ്ഷൻ ആണ് ഇപ്പൊ ഫോറക്സിന്റെ ഒക്കെ ഇങ്ങനെ ട്രാവൽ കാർഡ്സ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ അപ്പൊ അങ്ങനത്തത് യൂസ് ചെയ്യുന്നതാണോ നമ്മുടെ ഈ ഇന്റർനാഷണൽ ആക്സസ് ഉള്ള ഡെബിറ്റ് കാർഡ് ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഓപ്ഷൻ ഈ ഫോറക്സ് കാർഡ്സ് എടുക്കുന്നതാണോ എന്നറിയാൻ? മാഡം അത് തീർച്ചയായിട്ടും അതാണ് നല്ലത്. ബിക്കോസ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്ന നമ്മുടെ ക്രെഡിറ്റ് കാർഡ്സിലെല്ലാം തന്നെ നമുക്ക് ചാർജസ് വരാനുള്ള സാധ്യത കമ്പാരിറ്റീവ്ലി കൂടുതലായി. ഈവൻ ദോ ദേ ആർ സെയിങ് ദാറ്റ് ഇറ്റ്സ് ചാർജസ് ഫ്രീ എന്ന് പറയുക കൂടി ഒരു 1.5% to 2% ചിലപ്പോൾ ചാർജസ് വന്നേക്കാം. ഫോറക്സ് കാർഡാണ് കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ളത്. ഫോറക്സ് കാർഡാണ് ഞാൻ ഇതിൽ അധികം കാർഡ് ഞാൻ റെക്കമെൻഡ് ചെയ്യാത്തത്. നമുക്ക് വലിയൊരു എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരാത്തത് കൊണ്ടാണ് ഞാൻ അതിലേക്ക് പോകുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്ത് ശീലമുള്ളവർ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഒരു കാർഡ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ഫണ്ട് പർപ്പസ്ഫുള്ളി നിങ്ങൾക്ക് എടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിലേക്ക് പോവാം, കുഴപ്പമൊന്നുമില്ല. ഫോറക്സ് കാർഡ് എടുക്കുന്നതായിരിക്കും മറ്റേതിനേക്കാളും ബെറ്റർ ആണ് ഫോറക്സ് കാർഡ്. അതെ. ഓക്കെ. ഇൻ കേസ് നമ്മൾ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഈ ഫോറക്സ് കാർഡിൽ എമൗണ്ട് ബാലൻസ് വരികയാണെങ്കിൽ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. റിവേഴ്സ് ചെയ്യാലോ, നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ടിലേക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും. സേവിങ്സ് അക്കൗണ്ടിലേക്ക് പറ്റൂലേ? ഓക്കെ, താങ്ക് യു. ഓക്കെ. ഹലോ ബിബിൻ, ഒരു ഡൗട്ട് കൂടെ. നമുക്ക് ഈ കറൻസി എയർപോർട്ടിൽ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റുമോ? എയർപോർട്ടിൽ നിന്ന് ചെയ്യരുത് സാറേ, വലിയ എമൗണ്ട് ആണ്. നമ്മൾ എയർപോർട്ടിന്റെ ഉള്ളിൽ നമ്മൾ കോഫിക്കും ചായക്കും പൈസ കൊടുക്കുന്ന പോലെ തന്നെയാണ് ബാക്കിയുള്ള സാധനങ്ങൾക്കെല്ലാം. പുറത്തുനിന്ന് നമ്മൾ യൂണിമണിന്നോ അല്ലെങ്കിൽ അതെ 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 അങ്ങനെ എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ, കറൻസി എക്സ്ചേഞ്ചിങ് ഫോറക്സ് സെന്റേഴ്സ് സാധനങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അവിടെ നിന്ന് നോക്കിയിട്ട് കറൻസി അങ്ങോട്ട് എടുത്തു വെക്കുക നല്ലത്. എയർപോർട്ടിൽ കത്തി റേറ്റ് ആയിരിക്കും. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇത്രയും പേരിട്ടായിട്ട് ആർക്കും ഡൗട്ട്സ് ഇല്ല എന്നാണോ? ഞങ്ങള് അനിത ആൻഡ് കേശവന്റെ അവിടെ നിന്നാണ് വിസ അയച്ചു തന്നിരുന്നു. ഞങ്ങളുടെ കയ്യിൽ ഓൾറെഡി വിസ ഉണ്ടായിരുന്നു. അപ്പൊ ഇനി അതിൽ ഇനി വേറെ ക്ലാരിഫിക്കേഷൻസ് ഒന്നും വേണ്ടല്ലോ. ഫോട്ടോ ഒന്നുമില്ല മാഡം. വാലിഡ് ഷെൻഗൻ വിസ അല്ലേ, അത് അങ്ങോട്ട് എടുത്താൽ ഓക്കെ. ഹായ് ബിപിൻ സാർ, ഞാൻ സജി ഫ്രം കാഞ്ഞിരപ്പള്ളി. ഹായ് സർ. പറയൂ സർ. ഞാൻ ചോദിക്കാൻ വന്നത്, ഞാൻ ജിനുവിനോട് ചോദിച്ചിരുന്നു, നമ്മുടെ പോരുമ്പം നമ്മൾ റോമിൽ നിന്ന് പോയിരുന്നേ, അപ്പൊ നമ്മൾ ഏത് ഹോട്ടലായിരിക്കും എന്നുള്ള നേരത്തെ പറയാം. കാരണം എന്റെ മോള് അവിടുന്ന് തിരിച്ചു പോവുകയാണേ. റോമിൽ സാറേ നമ്മുടെ ഇതിലെ ഏറ്റവും പ്രീമിയം ഹോട്ടലാണ് ഷെറാട്ടൺ ആണ് നമ്മൾ റോമിൽ ഇട്ടിരിക്കുന്നത്. ഷെറാട്ടൺ. അവിടുന്ന് എയർപോർട്ടിലേക്ക് ഒത്തിരി ദൂരം ഉണ്ടാവുമോ? അവിടുന്ന് ഒരു 15 കിലോമീറ്റർ. 15. അപ്പം മോള് അവിടുന്ന് 2 മണിക്കൂർ നേരത്തെ തിരിച്ചു പോവേ. ഫ്ലൈറ്റ് 2 മണിക്കൂർ നേരത്തെയാണ്. അപ്പൊ അവിടുന്ന് അത് സാർ അവിടുന്ന് എനിക്ക് തോന്നുന്നു ഈ സിറ്റി ട്രെയിൻസ് അല്ലെങ്കിൽ ഊബർ പോലത്തെ ക്യാബ്സ് ഒക്കെ ഉണ്ട്. ദാറ്റ് വി ക്യാൻ മാനേജ്, നോ പ്രോബ്ലം. അത് നമുക്ക് ടൂർ മാനേജറിന്റെ റിസപ്ഷനിൽ പറഞ്ഞാൽ ഒന്നിക്കിൽ അവർ ക്യാബ് അറേഞ്ച് ചെയ്ത് തരും. ഇല്ലെങ്കിൽ നമുക്ക് ഊബർ പോലെ ഏതെങ്കിലും ടാക്സീസ് ഉണ്ടാവുമല്ലോ, അതിൽ ജസ്റ്റ് എടുത്തിട്ട് പോകാൻ വേണ്ടി പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് ആ ഒരു കൺസേണേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ മാനേജബിൾ ആണ് സാർ, നോ പ്രോബ്ലം. ഫണ്ട് ക്യാഷാണ് എടുക്കുന്നത്. ക്യാഷാണല്ലോ കൂടുതൽ ബെറ്റർ ആയിട്ടുള്ളത്. ക്യാഷ് ആണ് കമ്പാരിറ്റീവ്ലി നമുക്ക് ബെറ്റർ. ക്യാഷ് ആണ്. പിന്നെ ജിയോയുടെ സിമ്മ ഞങ്ങൾ എടുത്തിട്ടുള്ളത്. ഏതിന്റെയാണ്? ജിയോ.
അത് ജിയോടെ മതിയോ? സാറേ എപ്പോഴും എപ്പോഴും നമ്മളൊരു അഷുറൻസ് അവരെടുക്കുന്നത് അവരെ ഈ കുറച്ച് പറ്റിപ്പീരാണ് അവർ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലുസാണിൽ ഇപ്പം ചില സിറ്റീസിൽ ഇതിന് സിഗ്നൽസ് കുറവാണ്. അതാണ് അതിന്റെ ഒരു പ്രശ്നം. കമ്പാരിറ്റീവ്ലി വോഡാഫോൺ ആണ് ഏറ്റവും ഐഡിയൽ. നിങ്ങൾക്ക് അതൊരു ഡച്ച് കമ്പനി അപ്പം ആയതുകൊണ്ട് തന്നെ മോള് വരുന്ന അവളുടെ ഇരിക്കുന്ന സിം അവിടെ ആപ്ലിക്കബിൾ ആയിരിക്കുമോ കാനഡയിൽ നിന്ന് വരുമ്പം? കാനഡയിൽ നിന്ന് അവിടെ എന്തെങ്കിലും ഒരു ഓപ്ഷൻസ് ഉണ്ടോന്ന് മോള് സ്റ്റാർട്ട് ചെയ്തു അല്ല അവിടെയാണോ ഉള്ളത് ഇപ്പോൾ? അല്ല, അവൾ എവിടെയാ ഉള്ളത്? അവൾ അന്നേ എത്തുള്ളൂ. നമ്മൾ എത്തുന്നതിന് അപ്പൊ 2 അവിടെ അവിടെ മണിക്കൂർ. സാർ ഒന്ന് ചോദിച്ചു നോക്ക്, നമുക്ക് ഇവിടെ യൂറോപ്പിലേക്കുള്ള സിം കാർഡ് ഏതെങ്കിലും കിട്ടുന്നത് ഉണ്ടോ എന്നുള്ളത്, ആപ്ലിക്കബിൾ ആവുന്നത്. ചിലപ്പോൾ അവർക്ക് അത് റോമിംഗ് ആക്കാൻ പറ്റുമായിരിക്കും. ചിലപ്പോൾ കാനഡയിലുള്ള സിം കാണുമായിരിക്കും, ചോദിക്കാം. അപ്പോൾ അവളുടെ കുഴപ്പമില്ലെന്നായിരുന്നു പറഞ്ഞത്. ഒന്നുകൂടെ ഞാൻ അന്വേഷിച്ചോളൂ. അപ്പോൾ ഇത്രയും കേട്ടപ്പോഴാണ് അതെ ഞാൻ ജിയോ എടുത്തിട്ടുള്ളൂ. ജിയോ എല്ലായിടത്തും കംപ്ലൈന്റ് വരുമെന്നുണ്ടെങ്കിലേ. ജിയോ അത് ചില സ്ഥലങ്ങളിൽ ഉണ്ട്, അതിന് സിഗ്നൽസിന്റെ പ്രോബ്ലം ആണ്. ചില സ്ഥലങ്ങളിൽ കാണിക്കുന്നുണ്ട് അത്. നമുക്ക് ഷൂസ് വാട്ടർ പ്രൂഫ് വേണമെന്നില്ലേ അപ്പം? ഇല്ല ഇല്ല ഇല്ല, നോർമൽ ഷൂസ് മതി. നമുക്ക് അതിൽ മൗണ്ടൻ ലിസ്റ്റിന്റെ മുകളിൽ സ്നോയിൽ പോകുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അവിടുന്ന് തന്നെ കുറച്ച് സമയം ഐസിലൊക്കെ ഒന്ന് കറങ്ങി കളിച്ച് തിരിച്ചു വരുന്നതാണ്. അത് പെട്ടെന്ന് തന്നെ അത് ഡ്രൈ ആയി പോയിക്കോളും, നോ പ്രോബ്ലം. ഓക്കെ. ഞങ്ങളുടെ ഒരെണ്ണമുള്ളത് വാട്ടർ പ്രൂഫ്, ഒരെണ്ണം അല്ല നോർമൽ, അതുകൊണ്ട് ചോദിച്ചു. ഓക്കെ, അത് സാറിന്റെ ചോയ്സിനനുസരിച്ചിട്ട് രണ്ടായാലും കുഴപ്പമില്ല. ഓക്കെ. നമ്മുടെ ടൂർ മാനേജറുടെ നമ്പർ അന്നല്ലേ നമുക്ക് തരുവുള്ളൂ? ടൂർ മാനേജർ നമ്പർ, അതെ, നമ്മൾ അത് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, അതിൽ ടൂർ മാനേജർ ആഡ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ നമ്മുടെ യൂറോയുടെ കേസ് അത് നാളെ തന്നെ അടച്ചേക്കാന്ന്. യൂറോയുടെ റേറ്റ് ഇനിയും കയറാൻ സാറേ യൂറോ സാധ്യതയുണ്ടോ? 110 പ്രഡിക്ഷൻ, 110. അതെ. ഇപ്പൊ 97 എന്നുള്ള എനിക്ക് ഈ ആഴ്ച എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്നും ഇത് ട്രേഡ് വാർ നടന്നുകൊണ്ടിരിക്കുവാണ്. ഇത് എങ്ങോട്ട് പോകുന്നുള്ളത് നോബഡി ക്യാൻ ഗ്യാരണ്ടി. ഇപ്പം ട്രംപിന്റെ നാക്കലാണ്. 105, 110 പ്രഡിക്ട് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ എക്സ്പേർട്സ്. അതെ. ഇപ്പൊ നാളെ തന്നെ അങ്ങ് അടച്ചേക്കാന്ന് വിചാരിക്കുകയാണേ. ഓക്കെ. ഇതില് ജിനു വേറെ എന്തെങ്കിലും പോയിന്റ് നമ്മൾ വിട്ടുപോയിട്ടുണ്ടോ? ഒരു ഡൗട്ട് ചോദിക്കണമായിരുന്നു. ഹലോ, ജയശ്രീയാണ്. ഞാൻ ജയശ്രീയാണ്. ആക്ച്വലി 165 യൂറോസ് ട്രാവൽ ചെയ്യുന്ന ആളുടെ അക്കൗണ്ടിൽ നിന്ന് തന്നെ ഡെബിറ്റ് ചെയ്യണമെന്നുണ്ടോ? അതോ എന്റെ മോൾ അവിടെയാണുള്ളത്, അപ്പം അവൾക്ക് അവളുടെ അക്കൗണ്ടിൽ നിന്ന് മാഡം അതൊന്ന് മാം ഒന്ന് അക്കൗണ്ട്സിൽ മാം ഒന്ന് ഞാൻ വിളിക്കാൻ വേണ്ടി പറയാം. ജിനു ഒന്ന് നോട്ട് ചെയ്യണം, ഒന്ന് മാമുമായിട്ട് ഒന്ന് ആഫ്റ്റർ കോൾ ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണേ, നോട്ട് ചെയ്ത് വെച്ചിട്ട് കേട്ടോ. പിന്നെ ഒരു മെസ്സേജ് ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു, വാഷ്റൂംസിലൊക്കെ പോകുന്ന സമയത്ത് കോയിൻസ് എന്തെങ്കിലും ക്യാരി ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. വാഷ്റൂമില് അത് കുറെ സ്ഥലങ്ങളിൽ അത് ഫ്രീ ആണ്, ചില രാജ്യങ്ങളിൽ അത് ആവശ്യവും വരും. അപ്പം നമുക്ക് ഓരോ സ്ഥലങ്ങളിലായിരിക്കും ഇവർ നിർത്തുന്നത്. അതായത് ഈ കോഫി ബ്രേക്ക് എന്ന് പറയുന്നത് ഏകദേശം ഒരു 2 മണിക്കൂർ ആകുമ്പോൾ ഒരു സ്ഥലത്ത് നിർത്തും, ഒരു പോയിന്റിൽ നിർത്തുവാണല്ലോ. അപ്പൊ അത് കോയിൻസ് ആ സമയത്ത് അത് ടൂർ മാനേജർക്ക് പറയാൻ പറ്റില്ല ബസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് എടുക്കുമെന്നുള്ളത്. അപ്പം ചില സ്ഥലങ്ങളിൽ ഉണ്ട് അത്. ഒരു 60% സ്ഥലങ്ങളിൽ ആവശ്യമില്ല, ഒരു 40% സ്ഥലങ്ങളിൽ ഇറ്റലിയിലൊന്നും അധികം എടുക്കുന്നില്ല. പക്ഷെ ഫ്രാൻസിൽ ചില സ്ഥലങ്ങളിലുണ്ട്, സ്വിറ്റ്സർലാൻഡിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് കോയിൻസ് €1 ആയിരിക്കും മോസ്റ്റ്ലി. ഈ €1 കോയിൻ നമ്മൾ ഇടുമ്പോൾ തന്നെ അതിൽ 50 സെൻസ്, യൂറോയുടെ പകുതിയാണ് 50 സെൻസ്. 50 സെൻസിനുള്ള ഒരു വൗച്ചർ നമുക്ക് കിട്ടും ഇതിലിടുന്ന സമയത്ത്. അപ്പൊ ആ 50 സെൻസ് വൗച്ചർ നമ്മൾ അവിടുന്ന് കോഫി എന്തെങ്കിലും വാങ്ങിക്കുവാണെങ്കിൽ അവിടുന്ന് നമുക്കത് റിഡീം ചെയ്യാൻ പറ്റും. BSNL എങ്ങനെയാണ്, റേഞ്ച് ഉണ്ടോ ഇന്റർനാഷണൽ റോമിംഗ് എടുത്താല്? BSNL സാർ ഇപ്പൊ അധികം നമ്മുടെ ട്രാവലേഴ്സ് ആരും അധികം അങ്ങനെ യൂസ് ചെയ്യുന്നില്ല. അത് എനിക്ക് തോന്നുന്നത് കുറച്ചൊരു ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമായിരിക്കും. അവർക്ക് ഇവിടെ തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചൊന്ന് ബെറ്റർ ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ വെച്ചാൽ ഈ സർവീസ് പ്രൊവൈഡർ അവിടെയുള്ള ഇതുമായിട്ട് കൊളാബ് ചെയ്യുന്നതാണല്ലോ. അത് പ്രോപ്പർ അല്ലാന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ വർക്ക് ചെയ്യാനുള്ളത് ബുദ്ധിമുട്ടാണ്. ബെറ്റർ വാട്ട് ഐ സജസ്റ്റ്, ഒരു വോഡാഫോണിന്റെ പ്രീപെയ്ഡ് സിം കാർഡ്, ഒരു വോഡാഫോണിന്റെ സ്റ്റോറിൽ പോയി ഒരു പ്രീപെയ്ഡ് സിം കാർഡ് എടുത്തിട്ട് അവരുടെ അടുത്ത് ചോദിക്കുക എങ്ങനെയാണ് ഈ പ്രീപെയ്ഡ് എടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ. അതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ വോഡാഫോണിനെ ഞാൻ അതിന്റെ ബ്രാൻഡ് അംബാസിഡർ ഒന്നും അല്ല, പക്ഷെ ഞാൻ ഏകദേശം 25 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. പല രാജ്യങ്ങളിലും അൺലിമിറ്റഡ് ഡാറ്റയൊക്കെയാണ്. നെതർലാൻഡിൽ ഫുള്ള് ഫ്രീ ആണ്, ജർമ്മനിയിൽ ഫുൾ ഫ്രീ ആണ്, ഫ്രാൻസിൽ ഫുൾ ഫ്രീ ആണ്, റോമിലും എനിക്ക് സ്വിറ്റ്സർലാൻഡിലെ 2-3 സ്ഥലങ്ങളിൽ മാത്രമേ ഇതിനൊരു ചാർജ്, ബാക്കിയെല്ലാം അൺലിമിറ്റഡ് ഡാറ്റ ഒക്കെയാണ് അതിന്റെ ഒരു പാറ്റേണിൽ ഉള്ളത്. അപ്പം നിങ്ങളത് വോഡാഫോണിന്റെ ഒരു പ്രീപെയ്ഡ് സിം കാർഡ് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കണം, അവരുടെ സ്റ്റോറിലോ അല്ലെങ്കിൽ കോൺടാക്റ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചിട്ട്
ഒന്ന് ചെയ്യാൻ പറ്റും. കുറച്ചും കൂടെ ബെറ്റർ റെക്കമെൻഡബിൾ അതായിരിക്കും കിട്ടുന്നത്. പക്ഷെ എന്തും ഏതും എങ്ങനെയും സംഭവിക്കാം. നമ്മളിന്ന് കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഡിസ്കഷനിൽ സിം കാർഡിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇപ്പോൾ റേഞ്ചിന്റെ ഇഷ്യൂസ് ഒക്കെ പല പല സ്ഥലങ്ങളിലും നമ്മൾ ഇനി എന്ത് തന്നെ എടുത്താലും വരുന്നതായിട്ട് കാണാറുണ്ട്, ഏത് സിം ആണെങ്കിലും. പക്ഷേ ഫ്രം മൈ എക്സ്പീരിയൻസ് ഓഫ് ദ ലാസ്റ്റ് 15 years, ബട്ട് ഇറ്റ്സ് ബെറ്റർ, കുറച്ചുകൂടെ റെക്കമെൻഡബിൾ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്തത് വോഡാഫോൺ ആയിരുന്നു. നമ്മൾ കയ്യിൽ ക്യാഷ് ക്യാരി ചെയ്യുന്ന കാര്യം പറഞ്ഞല്ലോ. അപ്പൊ ഒരു 50 INR ഇക്വലന്റ് ആയിട്ട് മതിയോ ഫോർ ഫാമിലി ഓഫ് ടു? Oh, that's more than enough, ma'am. Because what നമുക്ക് വാങ്ങാനുള്ളത് കൂടുതലും ചോക്ലേറ്റ്സും ഈ പറഞ്ഞ പോലെ കുറച്ച് സൊവനീസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ബാക്കിയെല്ലാം നല്ല അൾട്രാ കോസ്റ്റ്ലി ആണ് അവിടെ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ കൂടുതൽ നമ്മൾ കറൻസി എടുത്ത് വീണ്ടും ഇവിടെ വന്നത് തിരിച്ച് എക്സ്ചേഞ്ച് ചെയ്യണം. 50K ഇസ് മോർ ദാൻ ഇനഫ്, ഐ തിങ്ക്. നിങ്ങൾക്ക് സ്പെസിഫിക്കലി വേറെ ഇപ്പം ചിലവർക്ക് ഇപ്പോൾ സ്വിറ്റ്സർലാൻഡിൽ പോയിരുന്ന സ്വിസ് വാച്ച് വാങ്ങിക്കണം, അങ്ങനെ എന്തെങ്കിലും പെർട്ടിക്കുലർലി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ബഡ്ജറ്റ് നിങ്ങൾ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഇനഫ് ഫോർ എ കപ്പിൾ. അപ്പൊ ഐ തിങ്ക് ജിനു, എല്ലാവർക്കും ഒരു ക്ലാരിറ്റി കിട്ടിയെന്ന് തോന്നുന്നു. ഇനി നമുക്ക് യൂട്യൂബ്, നമ്മളിപ്പോൾ തന്നെ വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ട് ആ ലിങ്ക് എല്ലാവർക്കും അയച്ചു തരും. അപ്പൊ അതൊന്നും കൂടെ നിങ്ങൾ കംഫർട്ടബിൾ ആയിട്ട് ഇരുന്ന് കാണുക. ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും മെസ്സേജ് ചെയ്യോ വിളിക്കുകയോ ചെയ്യുക. അതിനൊരു ക്ലാരിറ്റി കിട്ടും. വിപിൻ, ഒരു ഡൗട്ട് ഉണ്ടേ. യെസ് മാഡം. എന്റെ പേര് ശ്രീവിദ്യ. എനിക്കറിയേണ്ട, നമ്മളിപ്പോ ഇവിടുന്ന് കൊച്ചി എയർപോർട്ടിൽ നിന്ന് നമ്മൾ കയറുമ്പോൾ ലഗേജ് ആയിട്ട് നമുക്ക് എങ്ങനെയാ അത് കൊണ്ടുപോകാൻ പറ്റുന്നത്? രണ്ടുപേരുണ്ട്, ഞാനും ഹസ്ബൻഡും ഉണ്ട്. അപ്പൊ നമുക്ക് അതിനകത്തൊരു വലിയ 50 kg ലഗേജ് ഇപ്പം മാമിന് 60 കിലോ 2 ബാഗ്, 2 ബാഗാണ്. ഇപ്പൊ 3 ആയാലും പ്രശ്നമൊന്നുമില്ല. റെക്കമെൻഡബിൾ എന്ന് പറയുന്നത് 2ആണ്. ബിക്കോസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ തന്നെ ഇത് ഹോട്ടലിൽ പോകുമ്പോഴോ ഇറങ്ങുമ്പോഴോ ഒക്കെ ഇത് ട്രോളി നമ്മൾ തന്നെ വലിച്ചുകൊണ്ട് പോകണം. അവിടെ ഈ ബെൽ ബോയ്സ് അങ്ങനത്തെ കൺസെപ്റ്റ്സ് ഒന്നുമില്ല. അതുകൊണ്ട് 2 30 2 ക്യാബിൻ ബാഗ് 7x7, 2 പേർക്കും 7 അങ്ങനെയാണ് ഉണ്ടാവുക. അതായത് ഞാൻ ചോദിച്ചത്, ഈ ടോട്ടൽ അപ്പൊ ഇത് ഒരു പറഞ്ഞല്ലോ, അത് ഒരു ചെറിയൊരു ബാഗും കൂടെ അഡീഷണൽ ആയിട്ട് വെച്ചാല് നമുക്കത് ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ബിഗ് പ്രോബ്ലം. അതാ ഞാൻ ചോദിച്ചത്. അത് ചെയ്യാൻ പറ്റും, നോ പ്രോബ്ലം. 3 കൂടാതെ നോക്കിയാൽ മതി. അതുപോലെ തന്നെ 60 kg എന്നുള്ളത് കവർ ചെയ്യുന്ന പോലെ തന്നെ ചെയ്താൽ മതി. പിന്നെ ഹാൻഡ് ബാഗ് വെക്കാമല്ലോ, അഡീഷണൽ ആയിട്ട് ഹാൻഡ് ബാഗ് എന്തായാലും വേണമല്ലോ. അതെ, ഹാൻഡ് ബാഗ് വേണം. പിന്നെ ഇതിൽ എനിക്ക് വേറെ എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ഈ സീറ്റ് അലോക്കേഷൻ, നമ്മളെപ്പോഴും ഈ ഒരു ട്രിപ്പിന് വേണ്ട നമുക്ക് ഈ ഒരു എമൗണ്ടിൽ, ഇപ്പം ഈ ഒരു എമൗണ്ടിൽ നമുക്ക് ഇത്രയും സർവീസ് 13 ഡേയ്സിന്റെ പ്രോഗ്രാം നമുക്ക് ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത്, നമ്മൾ 9 മാസം മുന്നേ എടുത്തു വെച്ചിരിക്കുന്ന സീറ്റാണ്. 9 months ബിഫോർ അഡ്വാൻസ് പേയ്മെന്റ് കൊടുത്ത് ബ്ലോക്ക് ചെയ്ത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒരു പ്രോബ്ലം അല്ല. ഇതെന്ന് പറഞ്ഞാൽ ഒരു സോൺ ആയിരിക്കും നമുക്ക് എപ്പോഴും അവർ അലോട്ട് ചെയ്ത് തരിക. നമ്മൾ ടിക്കറ്റ് എപ്പോഴും ട്രാവൽ ഡേറ്റിന് ഒരു 2 weeks ബിഫോർ, അല്ലെങ്കിൽ ഒരു 20 days, 2 weeks to 20 days ബിഫോർ ആയിട്ട് ടിക്കറ്റ് നമുക്ക് ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാവരുടെ വിസയൊക്കെ വന്നിട്ടൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ ബിറ്റ്വീൻ ഈ നമ്മൾ ആരെങ്കിലും ഒക്കെ വേറെ ഏതെങ്കിലും ടീം വന്നിട്ട് സീറ്റ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന സോണിന്റെ ഉള്ളിലുള്ള ചിലപ്പോൾ നമ്മുടെ സെന്ററിലുള്ള സീറ്റ് അങ്ങോട്ടേക്ക് പോകും. അങ്ങനെയൊക്കെ അതിന്റെ ടെക്നിക്കൽ സൈഡാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നമുക്ക് ചില സീറ്റുകൾ അടുത്തടുത്ത് തന്നെ ആയിരിക്കും, ഇല്ലെങ്കിൽ ഒരു സോണിലായിരിക്കും. പിന്നെ ബാക്കി നമുക്ക് ചെയ്യുന്നത് ഇന്റേണലി നമ്മുടെ ഉള്ളിൽ കയറിയതിന് ശേഷം നമ്മളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുക്കുന്ന രീതിയിലാണ്. അത് ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. എപ്പോഴും നമുക്ക് അടുത്ത് നെക്സ്റ്റ് തന്നെയാണ് നമ്മുടെ ആഗ്രഹം ഉണ്ടാവുക. പലതും അങ്ങനെ തന്നെയാണ് വരുന്നത്. എന്നാലും പക്ഷെ എല്ലാ കേസിലും അങ്ങനെ വരണമെന്നില്ല. ബിക്കോസ് ഇറ്റ്സ് ഒരു സോൺ അലോട്ട്മെന്റ് ആണ് അവർ നോർമലി ചെയ്യുന്നത്. നമ്മുടെ ഫ്ലൈറ്റിന്റെ അകത്ത് കയറിയതിന് ശേഷം ടൂർ മാനേജർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കുന്നവരെ അത് മാനേജ് ചെയ്തിട്ട് ചെയ്യുകയാണ്. അത് കുറച്ച് കേസസ് ആണ് അങ്ങനെ വരിക, അതെല്ലാം അങ്ങനെ വരണമെന്നില്ല. ഐ ജസ്റ്റ് ഷെയർ ദാറ്റ് ഇൻഫർമേഷൻ. അപ്പൊ നമുക്ക് ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ ആർക്കെങ്കിലും? ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കിത് വൈൻഡ് അപ്പ് ചെയ്യാം. നിങ്ങൾ ആ യൂട്യൂബിൽ ഇടുന്ന വീഡിയോ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണുക. എല്ലാവരും ഹെൽത്തി ആയിട്ട് ഇരിക്കുക. നമുക്ക് ഒരു ചെറിയ സമയം ഒരാളിന് 30 കിലോ പ്ലസ് 7 കിലോ 37 കിലോ എടുക്കാം അല്ലേ? അതെ, 37 കിലോ എടുക്കാം സാർ. സാർ വെയിറ്റ് മാക്സിമം കുറയ്ക്കുക. 30 ഉണ്ടെങ്കിലും ലഗേജ് ഇത് ട്രോളിങ് ചെയ്യേണ്ടതുണ്ട്. ലഗേജ് ഏറ്റവും കുറവായിട്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. ലഗേജ് എടുക്കേണ്ടി വരുന്നത് മെയിൻലി നമ്മൾ ബസ് പാർക്കിംഗ്, അത് ഹോട്ടലിന്റെ അടുത്ത് ഞാൻ പറയുന്ന ഒരു 50 മീറ്റർ അത്രയൊക്കെ അങ്ങനെ വരുന്ന ഇതേ ഉള്ളൂ. സ്റ്റിൽ
മാക്സിമം നമുക്ക് കംഫർട്ടബിൾ, ബിക്കോസ് തണുപ്പുള്ള സമയമാണല്ലോ. അപ്പം ജീൻസ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒരു 3-4 ജീൻസ്, കുറച്ച് ടീഷർട്സ്, അങ്ങനെയുള്ള സംഗതികൾ ക്യാരി ചെയ്താൽ മതിയാവും. 4 പോരാ, ഞാൻ പറയാം എക്സാമ്പിൾ. 30 കിലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മിനിമം വിപിൻ പറഞ്ഞ പോലെ ഏറ്റവും മിനിമൈസ് ചെയ്യുന്നതായിരിക്കും നമുക്ക് ടോട്ടലി കംഫർട്ടായിട്ട് വരുന്നത്. പിന്നെ നമുക്ക് ഈ 13 ദിവസത്തേക്കുള്ള ഡ്രസ്സ് കാര്യങ്ങൾ നമ്മൾ എടുത്തേ പറ്റത്തുള്ളൂ. കാരണം നമുക്ക് വാഷ് ചെയ്യാനോ അങ്ങനെയുള്ള ഒരു ഫെസിലിറ്റി ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. പിന്നെ ഈ അത്യാവശ്യം തെർമലായിട്ടുള്ള ജാക്കറ്റ്സോ കാര്യങ്ങളോ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ പണ്ട് ഗൾഫിൽ നിന്ന് ആൾക്കാർ ലഗേജ് കെട്ടിക്കൊണ്ടുവരുന്ന പോലെ ഒന്നും വരത്തില്ലല്ലോ. ഇത്രയും നമ്മൾ ടൂറിന് പോവല്ലേ. അപ്പൊ ഒരു 30 കിലോ എന്ന് പറഞ്ഞാൽ എനിക്ക് വന്നൊരു 25 കിലോയ്ക്കുള്ളിൽ നിക്കത്തേ ഉള്ളൂ. തീർച്ചയായും. പിന്നെ നിങ്ങൾ വല്ല ചിപ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ക്യാരി ചെയ്തോ. അങ്ങനെയുള്ള കുറച്ച്, അതിപ്പോൾ എല്ലാവരും ഗ്രൂപ്പിൽ എല്ലാവരും എടുക്കാറുണ്ട്. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയാം, ഡയബറ്റിക് ആയിട്ടുള്ളവരുണ്ടാകും. നമ്മളെപ്പോഴും പ്രോപ്പർ ടൈം കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് പോകുന്നത്. ലഞ്ച് എന്ന് പറയുന്നതൊക്കെ ഒരു 1.5-2 മണിക്കുള്ളിൽ ചെയ്യാൻ നോക്കും. ചില സമയങ്ങളിൽ നമ്മൾ റോഡിൽ പോകുന്ന വണ്ടിയാണല്ലോ, എങ്ങാനും ഡിലേ ഒക്കെ വരും. അപ്പോൾ ഈ ഡയബറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് എന്തെങ്കിലും ഈ ബ്രേക്ക്ഫാസ്റ്റിന്റെ സമയത്ത് കുറച്ച് സാധനങ്ങൾ, പഴം എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ചാൽ അവർ തരത്തില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും ചെയ്യുക. ഇല്ലെങ്കിൽ നിങ്ങൾ നമ്മുടെ അടുത്ത് എന്തെങ്കിലും സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്, കുറച്ച് ആപ്പിളോ സാധനങ്ങളോ ഒക്കെ, അത് ടൂർ മാനേജർ അതിന് ഹെൽപ്പ് ചെയ്യും. ഡയബറ്റിക് ബിക്കോസ് വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു പോയിന്റാണ്. കാരണം നമ്മൾ ചിലപ്പോൾ ഈ ടൈമിലി മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരാണെന്ന് എനിക്കായാലും അങ്ങനെ നമുക്ക് ഇടയ്ക്ക് ഷുഗർ ആ ഒരു സർട്ടൺ ടൈമിനുള്ളിൽ ഭക്ഷണം കഴിച്ച് പ്രിക്കോഷൻസ് കയ്യിൽ എമർജൻസി ആയിട്ട് എന്തെങ്കിലും ചോക്ലേറ്റ്സോ കാര്യങ്ങളോ വെച്ച് കഴിഞ്ഞാൽ അത് വളരെ നല്ലതായിരിക്കും, പെട്ടെന്ന് റിക്കവറി ചെയ്യത്തക്ക രീതിയിൽ. അതെ. അപ്പൊ ഈ പോയിന്റ്സ് എല്ലാം ടൂർ മാനേജർ ഓൺ ദ ടൂർ പറയും. ഞാൻ ജസ്റ്റ് ബ്രീഫിങ്ങിന്റെ ഭാഗമായിട്ട് അതൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ എനിക്കൊന്ന് കുറെ പേരൊക്കെ വർക്കിലൊക്കെ ആയിരിക്കും, അതുകൊണ്ടാണ് ഒന്നും റെസ്പോണ്ട് ചെയ്യാതിരുന്ന് വിചാരിക്കുന്നു. എനിഹൗ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമുക്ക് വേറെ കൂടുതലൊന്നും ഇല്ലെങ്കിൽ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്തിട്ട് നമുക്ക് യൂട്യൂബിൽ ഈ ഇത്രയും സംസാരിച്ചതിന്റെ യൂട്യൂബ് വീഡിയോ ജേർണി വിത്ത് GTH നമ്മുടെ തന്നെ യൂട്യൂബ് ചാനലാണ്. അപ്പോൾ അതിന്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരാം. നിങ്ങൾ അതൊന്ന് ചാനലൊന്ന് ഫോളോയും കൂടെ ചെയ്യാം. അപ്കമിങ് പാക്കേജും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. അത് കൂടാതെ തന്നെ ഇന്ന് ഡിസ്കസ് ചെയ്ത ഈ ഒരു പോയിന്റ്സ് കംപ്ലീറ്റ് അതിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഓൾ റൈറ്റ്, സോ എല്ലാവരും ഓക്കെ അല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ മീറ്റിംഗ് വൈൻഡ് അപ്പ് ചെയ്യാണ്. ആർക്കും ഇല്ലല്ലോ അല്ലേ ഡൗട്ട്സ്? വിപിൻ, സോറി കേട്ടോ, ഒരു കാര്യം കൂടെ. അതായത് ഓക്കെ, ഞാൻ ചെറുതായിട്ടൊരു ട്രാവൽ ബ്ലോഗിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതിന്റെ സംഭവങ്ങളൊക്കെ കയ്യിൽ കരുതുന്നത് ഏതെങ്കിലും കൺട്രിയിൽ പ്രശ്നമാണോ? മീൻസ് ട്രൈപോഡ്, സെൽഫി സ്റ്റിക്ക്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങള്? ഇല്ല മാം. ഡ്രോൺ ഉണ്ടോ? ഇല്ലല്ലോ. ഡ്രോൺ എടുക്കാന്ന് വിചാരിക്കുവാണ്. ഡ്രോണിന് ചിലപ്പോ പെർമിഷൻസും കാര്യങ്ങളും ഒക്കെ ചില സ്ഥലങ്ങളിൽ വേണ്ടി വരും. അതെല്ലേ? ഡ്രോൺ അത് മാത്രമല്ല, അത് കുറച്ച് ബുദ്ധിമുട്ടുമായിരിക്കും നിങ്ങൾക്ക് ഈ ഒരു ടൂറില്. ബാക്കിയുള്ള സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ക്യാരി ചെയ്യാം. ഇതിൽ വെച്ചാൽ എന്തായാലും വളരെ സന്തോഷം മാം, എല്ലാം കവർ ചെയ്യാൻ. ബിക്കോസ് ഇറ്റ്സ് അൾട്ടിമേറ്റ്ലി ഇറ്റ്സ് എ മെമ്മറി, നമ്മളെ പോകുന്നതൊരു മാം വീഡിയോ ഒക്കെ എടുത്ത് അത് ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിടുവാണെങ്കിൽ അത് മാത്രല്ല, പിന്നെ ഞങ്ങള് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഗ്രൂപ്പ് ട്രിപ്പ് ഇന്റർനാഷണൽ പോകുന്നത്. എല്ലാം ഞങ്ങള് ഇൻഡിവിജ്വൽ ഫാമിലി ട്രിപ്പ് ആയിട്ടാ പോകുന്നത്. അപ്പൊ ഞങ്ങൾക്ക് അതൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ട്രിപ്പ് പോകുന്നതെന്നും ഉള്ള ഒരു ആഗ്രഹം. മാം ഇതില് ഗ്രൂപ്പ് ട്രിപ്പ് മോസ്റ്റ്ലി കുറെ കാര്യങ്ങളുണ്ട് ഗ്രൂപ്പ് ട്രിപ്പിന്. നമുക്ക് ഒന്ന് കുറച്ചുകൂടെ എക്കണോമിക്കലാണ്. 2 നമ്മൾ അധികം അതില് ടെൻഷൻ അടിക്കേണ്ട, ഓരോ സ്ഥലത്തും പോയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണ്ട. 3 ഇതിലുപരിയായിട്ട് നമുക്ക് കുറെ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ഇത്. കുറെ ബന്ധം കൂടുതലായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അങ്ങനെ ഒരു കണക്ഷൻസ് അല്ലെങ്കിൽ ഒരു റിലേഷൻസ് ഒക്കെ ആഗ്രഹിക്കുന്നവരാണ് കൂടുതലായിട്ട് ഗ്രൂപ്പ്സിൽ നോർമലി ജോയിൻ ചെയ്യുന്നത്. അത് തന്നെ അതിന്റെ ഒരു വലിയൊരു അസറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ വാട്ട് വി ആർ ബ്രിങ്ങിങ് ബാക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല കണക്ഷൻസും പുതിയ ബന്ധങ്ങളും ഒക്കെ തന്നെയാണ്. സോ ഞാൻ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പൊ താങ്ക് യു സോ മച്ച് എവറി വൺ ഫോർ യുവർ പേഷ്യന്റ് ലിസണിങ്. എല്ലാവർക്കും ഒരു ശുഭസായനം നേരുന്നു. താങ്ക് യു.